കണ്ടിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടല്ലോ. അതാണ്. അപ്പൊ ആ ലോഞ്ചിങ്ങിന് വേണ്ടി നമുക്ക് ആരെയാണ് വിളിക്കേണ്ടത്? നമ്മുടെ the one and only listen Steve and everybody put your hands together as I call the one and only വിളിക്കുന്നു. അതോടൊപ്പം തന്നെ രണ്ടുപേരെയും നല്ല രീതിയിൽ വിളിക്കാം. നിറഞ്ഞ കൈയടിയോടെ നമുക്ക് രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. രണ്ടുപേരും ചേർന്ന് ആദ്യം ട്രെയിലർ ഒന്ന് ലോഞ്ച് ചെയ്യും. ഓക്കെ, പ്ലീസ്. നമ്മുടെ സിനിമ 13-ാം തീയതി റിലീസ്. ട്രെയിലർ കണ്ടു, ടീസർ നേരത്തെ കണ്ടു, പാട്ട് കണ്ടു. എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? ഗുഡ് ഈവനിങ് എവരിബഡി. എന്നെ ഉദ്ദേശിച്ച് വളരെ സ്പെഷ്യലാണ്. എബ്രഹാം ചേട്ടൻ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഷീലു. ഇതിനെല്ലാത്തിനും പുറമെ എനിക്ക് മുഖപരിചയമുള്ള വളരെ എൻ്റെ ഫസ്റ്റ് സിനിമയിൽ തന്നെ ഉണ്ടായിരുന്ന റഹ്മാൻ്റെ ഒരു പ്രസൻസ്, സായി ഗ്രൂപ്പ്, അങ്ങനെ കുറേ അധികം എൻ്റെ ഫേവറേറ്റ്സ് ഉള്ള ഒരു സിനിമ. ഒമർ ലുലു എനിക്കറിയാം നേരത്തെ തന്നെ. അപ്പോൾ അവർക്കൊക്കെ വളരെ വളരെ എക്സൈറ്റഡാണ്. ഞാൻ ഈ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഡെഫിനറ്റായിട്ടും ഒരു ഇനീഷ്യൽ ബമ്പറിനുള്ള സ്കോപ്പ്. അത് ഡെഫിനറ്റായിട്ട് ഞാൻ വളരെ സിൻസിയറായിട്ടാണ് പറയുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡും കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷെ എല്ലാം ഉള്ള ഒരു സാധനം എന്ന് കഴിഞ്ഞാൽ അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാം ഉണ്ട്. ഹ്യൂമറുണ്ട്, ആക്ഷനുണ്ട്, ഫൈറ്റ്സുണ്ട്, മറ്റു പഠിപ്പുകളുണ്ട്, സോങ്സ് ഉണ്ട്. എല്ലാം വളരെ കളർഫുള്ളാണ്. ഇന്നത്തെ ട്രെൻഡിന് പറ്റിയ ഒരു ഓണത്തിന് പറ്റിയ ഒരു സിനിമയാണ്. അത് തീർച്ചയായിട്ടും ദൈവം ഒരു 100 days നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാവുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ഈ സിനിമയുടെ ബിഗിനിങ് മുതൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ഒരേ ഒരു സങ്കടവും ഒരേ ഒരു വിഷമവും ഒന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നിർമ്മിച്ച ARM എന്ന് പറയുന്ന സിനിമ ഈ ഓണത്തിന് തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ടാണ് ഇത് വരുന്നത്. പക്ഷേ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളായതുകൊണ്ടിട്ട് ഇത് വിജയിക്കണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി റഹ്മാനിക്കായ്ക്കൊക്കെ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇക്കായ്ക്ക് ഒരു ഡിഫറൻ്റായിട്ടാണ്, ഫുൾ മാസ് മസാലയായിട്ടാണ് ഈ പടം മൊത്തത്തിൽ ഉള്ളത്. ഒമറിൻ്റെ എല്ലാ പടത്തിലൊക്കെ എഴുതിയിരിക്കുന്ന പോലെ ഒമർ ഫണ്ണാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തിയേറ്ററിൽ ഇതൊരു ഫണ്ണായി മാറട്ടെ. ഒരുപാട് സിനിമ എപ്പോഴും എല്ലാ സിനിമകളും നിർമ്മിക്കുന്നത് ഇറക്കുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും അവരുടെ പൂർണ്ണ മനസ്സോടുകൂടി ഡെഡിക്കേഷനൊക്കെ കൊടുത്തിട്ടാണ് ഓരോരോ സിനിമകളും ഇറങ്ങുന്നത്. അപ്പം ഈ സിനിമയുടെ പിന്നിലൊരു ഒത്തിരി പേരുടെ പ്രയത്നമുണ്ട്. ടിനി ടോമൊക്കെ എപ്പോഴും പറയും ഈ സിനിമ ഭയങ്കരമായിട്ട് ഓടും. എപ്പോഴും ഈവൻ ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ ഇത് എല്ലാ വേദിയിലും പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ഈ സിനിമയ്ക്ക് സംഭവിക്കട്ടെ. പിന്നെ എൻ്റെ ഏറ്റവും ഫ്രണ്ടായുള്ള എബ്രഹാം ചേട്ടൻ. എബ്രഹാം ചേട്ടന് കാശിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല, പക്ഷേ പടം വിജയിച്ചാൽ കൊള്ളാമെന്ന് പുള്ളിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അത് സംഭവിക്കട്ടെ. പിന്നെ ഈ സിനിമയുടെ തുടക്കം മുതൽ തന്നെ ഇത് ബാഡായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അത് 12-ാം തീയതി വരെ ബാഡ് ബോയ്സ് ആയിട്ട് ബാഡായിട്ടൊക്കെ ഇരിക്കട്ടെ. പക്ഷെ 13-ാം തീയതി മുതൽ അത് ഗുഡായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ ബാഡ് ബോയ്സ്. യെസ്, താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു. എന്തായാലും ARM ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ARM ഒരു വെല്ലുവിളിയാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും 12-ാം തീയതി ARM പോയി ആദ്യം കാണണം, എന്നിട്ട് ടിക്കറ്റ് ബാഡ് ബോയ്സിന് എടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാ സിനിമകളും വിജയിക്കട്ടെ. അതാണ് സിനിമ എല്ലാം വിജയിക്കേണ്ടതാണ്. എല്ലാ സിനിമകളും വിജയിക്കട്ടെ. അപ്പൊ ലിസ്റ്റേട്ടൻ പറഞ്ഞതുപോലെ ആ ഒരു ഡേറ്റ് വരെ മാത്രമേ ഉള്ളൂ ബാഡ് ബോയ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ ഗുഡ് ബോയ്സ്. All right everyone, once again അവർക്ക് രണ്ടുപേർക്ക് വേണ്ടി ഒരു നല്ല കൈയടി കൊടുക്കാം. എത്താൻ കാരണക്കാരനായ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ, ഇറ്റ്സ് ടൈം ടു കോൾ our respected producer. Ladies and gentlemen, please put your hands together as we welcome our producer Abraham Matthew sir. ലുലു മോൾ കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ച്, നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഇത്രയും നല്ലൊരു അടിപൊളി ടീസർ ട്രെയിലർ നമ്മളിവിടെ റിലീസ് ചെയ്തിരിക്കുകയാണ്. സോ what do you want to tell them?
എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങളിതിൻ്റെ ടീസർ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് പാട്ടിറങ്ങി കാലിക്കറ്റിലായിരുന്നു ഇതിൻ്റെ പാട്ടിൻ്റെ ലോഞ്ച്. നല്ല റെസ്പോൺസ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇവിടെ ലുലു മോളിൽ വെച്ച് ഇതിൻ്റെ ട്രെയിലർ ലോഞ്ച് എൻ്റെ ഏറ്റവും അടുത്ത ലിഷൻ ഷീഫൻ അതുപോലെ തന്നെ സിയാദിക്ക രണ്ടുപേരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതൊരു സാധാരണ പടമാണ്, സാധാരണക്കാരുടെ പടമാണ്. തീർച്ചയായിട്ടും സാധാരണ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള എല്ലാ ഐറ്റംസും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്യാമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിൻ്റെ ഡയറക്ടറും അതുപോലെ ഒരു അഷുറൻസാണ് നമുക്ക് എല്ലാവർക്കും തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് 13-ാം തീയതി തിയേറ്ററിൽ പോയി കാണുക, ആസ്വദിക്കുക. നിങ്ങൾക്ക് ഒരിക്കലും നിരാശ വരത്തില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. താങ്ക് യു. ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ 2 സിനിമകളാണ് ലിസ്റ്റിനും സാറിൻ്റെയും. ഒരു കുടുംബത്തിൽ നിന്നാണ് 2 സിനിമകൾ വരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ലിഷൻ പറഞ്ഞ പോലെ ഇത് ARM എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ഒരിക്കലും കോമ്പറ്റീഷൻ അല്ല. കാരണം അതൊരു വലിയ ബഡ്ജറ്റിലുള്ള ഒരു ബിഗ് സിനിമയാണ്. ഇതൊരു സാധാരണക്കാരുടെ സിനിമയാണ്. തീർച്ചയായിട്ടും അത് ആ സിനിമ ഇതുമായിട്ടൊരു കോമ്പറ്റീഷൻ ഇല്ല. അതും വിജയമാകട്ടെ, ഇതും വിജയമാകട്ടെ. പ്രേക്ഷകർ 2 സിനിമയും സന്തോഷമായിട്ട് സ്വീകരിക്കുക. അതാണ് എൻ്റെ താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓൾറൈറ്റ്, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫൺ എന്റർടൈൻമെന്റ് ഫിൽഡ് മൂവിയാണ് തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കാനുള്ള സമയമായിരിക്കുകയാണ്. Ladies and gentlemen, let's welcome the one and only Omar Lulu. ഒമറിക്കയുടെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം തരുന്ന മൂവീസ് നമ്മളിലേക്ക് എത്തിച്ച ആളാണ്. ഒരുപാട് ഫൺ ഫിൽഡ് എന്റർടൈൻമെന്റ് നമുക്ക് തന്ന ആളാണ്. സോ വാട്ട് യു വാണ്ട് ടു ടെൽ ദം? ഞാൻ ആദ്യത്തെ ഫിലിം ഹാപ്പി വെഡിങ് ഒരു കോമഡി മൂവിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു ആക്ഷൻ മൂവി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനും ബാബുഗണ്ണ ചേട്ടനും കൂടി പവർ സ്റ്റാറിന് കുറേ ഇങ്ങനെ എൻ്റെ പരിപാടികൾ നടന്നു. പക്ഷെ എന്തുകൊണ്ട് നടന്നില്ല. പിന്നെ എനിക്ക് ഒരു ആക്ഷൻ ചെയ്യണം. പക്ഷേ ഈ മലയാള ഫിലിമിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ കോൺസ്റ്റബിൾ വേഷം ചെയ്താൽ പിന്നെ ഫുള്ള് കോൺസ്റ്റബിൾ വേഷം കിട്ടുള്ളൂ. അതേപോലെ ലസ്സിൻ സാർ അല്ലേ, അതേപോലെ നല്ല പ്രൊഡ്യൂസേഴ്സ് വന്ന് നമുക്കൊരു ആക്ഷൻ പടം ചെയ്യാൻ നമുക്കൊരു അവസരം തന്നാലാണ് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ എന്നെ സഹായിച്ച ഷീലുവാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. പിന്നെ എബ്രഹാം സാറ്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും ഇവിടെ വരാൻ പറ്റാത്ത ഞങ്ങളുടെ ടെക്നീഷ്യൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇപ്പോഴും നമ്മളിതിൻ്റെ പ്രോസസ്സിലാണ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും വേണം. ഒരുപാട് പേർക്ക് ഇന്ന് വരാൻ പറ്റിയില്ല, ടെക്നീഷ്യന്മാർക്ക് വർക്ക് പോയിക്കൊണ്ടിരിക്കുക ഓണത്തിൻ്റെ റിലീസിന് വേണ്ടി. അപ്പോൾ എല്ലാവരോടും ഒരു ബിഗ് താങ്ക് യു. ഈ ട്രെയിലർ നിങ്ങൾ കണ്ടില്ലേ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണക്ട് ആവും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബിഗ് താങ്ക് യു റഹ്മാൻ സാർ, ബാബുഗണ്ണി ചേട്ടൻ, എല്ലാവരും, സൈ ചേട്ടൻ, എല്ലാവരോടും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഒരു മിനിറ്റ് പോലെ യെസ്, എനിക്ക് തോന്നുന്നു ടിൻചേട്ടനാണെന്ന് തോന്നുന്നു നമ്മുടെ കോഴിക്കോട് കഴിഞ്ഞ ഒരു ഇവന്റിൽ വെച്ചിട്ട് ടിൻചേട്ടൻ പറഞ്ഞിട്ട് തോന്നുന്നു നമ്മുടെ മലയാളത്തിന്റെ രോഹിത് ഷെട്ടി ആവാൻ പോകുന്ന ആളാണിത് അല്ലേ? ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, രോഹിത് ഷെട്ടി ആവണമെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് വേണം. ബഡ്ജറ്റ് ഉണ്ടെങ്കിലാണ് എന്ത് ഷെട്ടി നമുക്ക് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പ്രൊഡ്യൂസേഴ്സ് വരട്ടെ, ഒരു രോഹിത് ഷെട്ടിയൊക്കെ മാറ്റട്ടെ. താങ്ക് യു സോ മച്ച്. അത് സാർ റെഡിയാണ് കേട്ടോ അല്ലേ? അല്ലേ, റെഡിയാന്ന്, അടുത്ത പടം കൊടുത്താൽ റെഡിയാന്ന്. താങ്ക് യു. അടുത്ത് നമ്മുടെ ലിസ്റ്റിൻ ചേട്ടൻ അവിടെ ഇരുന്നിട്ട് തലയാട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചേട്ടൻ ഓക്കെയാണ് അല്ലേ? ഓക്കെ, താങ്ക് യു ലെസ്റ്റി ബോയ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. യെസ്, അപ്പൊ നമ്മൾ കോഴിക്കോടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ഒരു അടിപൊളി പാട്ട് റിലീസ് ചെയ്തില്ലായിരുന്നോ? ഏത് പാട്ടാണ്? രണ്ടൊരു പാടമോ? നമുക്ക് ആ മാപ്പിളപ്പാട്ട് പാടിയ ആള് പരീക്കുട്ടി ഉൾപ്പെടെ ഉള്ളവരല്ലോ നിൽക്കുന്നത്. യെസ്, പക്ഷെ അവർ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ഒന്ന് ഇങ്ങോട്ടേക്ക് വിളിക്കാം അല്ലേ? അദ്ദേഹം എത്തിയിട്ടില്ല, യാത്രയിലാണ്. ഓക്കെ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് പ്ലേ ചെയ്താലോ? യെസ്, നമുക്ക് അവർ ആസ് വെൽ. തീർച്ചയായിട്ടും ഒന്നും കൂടെ നമുക്ക് ട്രെയിലർ ഇടാം. ഔസഫിൻ സാർ പറഞ്ഞല്ലേ, സിനിമ കാണുമ്പോൾ നമുക്ക് ബാക്കി തീരുമാനിക്കാം അല്ലേ? ഓക്കെ, നമുക്ക് ഒന്നും കൂടി ആ ട്രെയിലർ ഒന്ന് കാണാം. നമുക്ക് കുറച്ച് നാൾ മാറി നിൽക്കാം. ഇനി നമുക്ക് വിളിക്കേണ്ട ടിനി ഈ സ്റ്റേജ് ഒന്ന് കയ്യിൽ കൊടുക്കാൻ പോണേ. ടിനി, നല്ല കൈയടി കൊടുക്കാം. വലിയ കൈയടി ഇല്ല. പ്രിയരെ, ഇന്ന് ഇവിടെ ഈ ഒരു ട്രailer ലോഞ്ച് വെച്ചപ്പോൾ തന്നെ മഞ്ജുവാണ് നമ്മുടെ PR.
ഇവിടെ ആള് വരാൻ സാധ്യതയില്ല, കാരണം ഇതൊരു വീക്കെൻഡ് അല്ല, ശനി ഞായർ ദിവസങ്ങളിലാണ് സാധാരണ വെക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുറെ ഫാമിലീസ് വന്നിട്ടുണ്ട്. ഈ സാന്നിധ്യം തിയേറ്ററിൽ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ വിജയിക്കും. കാരണം ഒരു വീക്കെൻഡ് അല്ല എന്നിട്ട് പോലും നിങ്ങൾ ഇത്രയും പേര് ഇവിടെ നിരന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഹീറോ ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാ സൂപ്പർ സ്റ്റാർസിനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ബ്രാഞ്ചിയറ്റ് ആൻഡ് സെയിൻറ്റ് എന്ന സിനിമയാണ് എനിക്ക് ബ്രേക്ക് കിട്ടിയത്. ആ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു എവർഗ്രീൻ ഹിറ്റായിരിക്കുമെന്ന്. പിന്നീട് കഴിഞ്ഞ വർഷം സുരേഷ് ഏട്ടനോടൊപ്പം, സുരേഷ് ഗോപിയോടൊപ്പം, ജോഷി സാറിനോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ഹിറ്റാണ്. അതിനോടൊപ്പം കാരണം നമുക്ക് എന്തോ ഒരു വൈബ് കിട്ടാറുണ്ട്. അതുകൊണ്ട് എഴുതി വെച്ചോ, ഞാൻ ഈ പറഞ്ഞത് റഹ്മാൻ സാർ ട്രെൻഡ് മാറ്റും, മലയാളത്തിൻ്റെ ഇപ്പോഴുള്ളൊരു ട്രെൻഡ് മാറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് എന്തൊരു സന്തോഷമില്ല, അതൊന്ന് കൈയടിച്ചോ. ഇതിന് 10 പൈസ ചെലവില്ല. നിങ്ങൾക്കറിയോ, ഈ കൈ രണ്ടും ചേർത്ത് അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തെ രക്തപ്രസാദം ഉണ്ടാകും, ഗ്ലാമർ കൂടും അല്ലേ? കാരണം ഇന്നത്തെ കാര്യം അറിയാം, എനിക്ക് ഗ്രൂപ്പല്ല വന്നിരിക്കുന്നത്, നിങ്ങളൊരു ഗ്യാങ് ആയിട്ടല്ല, അപ്രത്യക്ഷമായിട്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു സർപ്രൈസ് എലമെന്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടി. പ്രിയരെ, മലയാള സിനിമയുടെ ഒരറ്റം മുതൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും മികച്ച പ്രൊഡ്യൂസേഴ്സാണ്. റാംജി റാവു സ്പീക്കിംഗ് അടക്കമുള്ള സിനിമ, ഒമറിന്റെ തന്നെ അഡാർ ലവ് ചെയ്ത് ഓൾ ഇന്ത്യറ്റേക്ക് ഔസേപ്പ് ബച്ചൻ സാർ ഇരിക്കുന്നു, സിയാദ് കോക്കർ, സിയാദ് ഖാന്ന് വിളിക്കാം. ലിസ്റ്റിൻ എന്ന് പറയുന്നത് എനിക്ക് പരിപാടി മുതൽ പിടിച്ചു തന്നിട്ടിരുന്ന ഒരാളാണ്. പള്ളി പരിപാടി മുതൽ സിനിമ എടുക്കാൻ തുടങ്ങിയിട്ട് എന്നെ അടുപ്പിക്കാറില്ല, പക്ഷെ എല്ലാത്തിൻ്റെ പ്രൊമോഷൻ ഞാൻ കൂടെ നിൽക്കാറുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ന്യൂജൻ പ്രൊഡ്യൂസറാണ് എബ്രാം സാർ. യൂത്ത് ഐക്കൺ എന്ന് വിളിക്കാം. കാരണം വന്ന ഉടനെ 15 പടമാണ് ചെയ്തത്. നിരപ്പിനെ പട്ടപ്പട്ടയെന്നാണ് പടങ്ങൾ ചെയ്തത്. ഇതിലെ നായകൻ എന്ന് പറയുന്നത് എൻ്റെ പഠനകാലത്ത് ഞാൻ കൊതിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കേട്ടിട്ടുള്ളൊരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൻറ്റ് റിസസ് കോളേജിൽ ചെന്നപ്പോൾ പെൺപിള്ളേര് ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. ദ വൺ ആൻഡ് ഓൺലി റഹ്മാൻ. കാരണം അന്ന് മമ്മൂക്ക ലാലേട്ടൻ നിൽക്കുമ്പോൾ അതേ ലെവലിൽ തന്നെ എത്തിയ ആ ഒരു കനൽ ആളിക്കത്താൻ പോവുകയാണ്. പിന്നെ ബാബു ചേട്ടൻ, കുട്ടിക്കാലത്ത് എപ്പോഴും നമ്മൾ ആദ്യം പരിശീലിക്കുന്നത് കരാട്ടെ ആയിരിക്കും അല്ലേ? ഇവിടെ എല്ലാവർക്കും അറിയാം, ബ്രൂസ്ലി ആയിരിക്കും നമ്മുടെ. പക്ഷെ നമുക്ക് സ്വന്തമായിട്ടൊരാൾ എന്നുള്ളത് ബാബു ചേട്ടൻ, മലയാളത്തിന്റെ സ്വന്തം പവർ സ്റ്റാർ. യെസ്, പവർ സ്റ്റാർ ബാബു ആന്റണി. അദ്ദേഹം സ്ക്രീനിലേക്ക് എത്തുമ്പോഴേക്കും അറിയാം, നമുക്കറിയാം ഫയറാണ്. എപ്പോഴും ഒരു മാലപ്പടക്കത്തിന്റെ അവസാനം ഒരു ഗുണ്ടുണ്ടാവും. ആ ഗുണ്ടാണെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം RDX പോലുള്ള സിനിമകളിൽ ഇത്ര ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു സീൻ. പക്ഷെ നമ്മുടെ കൊതി തീർന്നില്ല അന്ന് ഫൈറ്റ് ചെയ്തിട്ട്. ഇനി താരങ്ങളിലേക്ക് എത്തുകയാണ്. ഞാൻ ആദ്യം സാധാരണ ഈ താരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം പരിചയപ്പെടുന്ന മറ്റാരുമല്ല. കാരണം ഞങ്ങളുടെ ടീമുണ്ട് ഇതിൽ, ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. അത് ഞാനും മറ്റൊരാൾ. ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയിൽ ചോര കുടിച്ചിട്ടുള്ള ഒരേ ഒരു ട്രാക്കിലേ ഉള്ളൂ, മിസ്റ്റർ സുധീർ. സുധീർ ഇവിടെയുണ്ട്. പിന്നെ ഇപ്പൊ ലോട്ടറി അടിച്ചിരിക്കുന്ന ഒരാളുണ്ട്, ഭരതനാട്യം എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ഒറ്റക്ക് വിജയിപ്പിച്ചിരിക്കുകയാണ്, സൈജു കുറുപ്പ്. സൈജു കുറുപ്പ് ഒറ്റക്കാണെങ്കിൽ ഇത്രയും പേര് കൂടി ഉണ്ടായാലും എന്തായിരിക്കും അവസ്ഥ? പിന്നെ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന 4 പേരാണ്. അത് യഥാർത്ഥത്തിൽ ബിബിൻ ജോർജ്, സെന്തിൽ, ആൻസൺ പോൾ എത്തിയിട്ടില്ലെന്നോ? എത്തിയ അബ്രാമിന്റെ സന്തതികൾ മമ്മൂക്കയുടെ സ്വന്തം സഹോദരനായിട്ട് അഭിനയിച്ചു. ആട് എന്ന് പറയുന്ന സിനിമയിൽ വില്ലനായിരുന്നു. ഇനി ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ അതിന് ജന്മം നൽകാൻ ഒരു മാതാവ് വേണം, നിർമ്മാതാവ് എന്ന് പറയും. അത് ഞങ്ങളുടെ ഷീലു അബ്രാം തന്നെയാണ്. അപ്പോൾ ഷീലു ഇതിൽ പ്രധാന കഥാപാത്രവും ആയിട്ട് റഹ്മാൻ സാറിനോടൊപ്പം എത്തുന്നു. അപ്പോൾ ഇത്രയും കളർഫുൾ, ഇത്രയും എല്ലാ താരങ്ങൾ, നായികമാർ, ഈ ഒപ്പനപ്പാട്ടിൽ കണ്ട മണവാട്ടി അടക്കമുള്ള നായികമാരുടെ ഒരു നിരയുണ്ട്. ഇനി ഞങ്ങളൊരു വില്ലനെ പരിചയപ്പെടുത്തുന്നു. കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡിൽ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് എഡിറ്റിംഗിൽ അവാർഡ് ഉണ്ടായിരുന്നു, മിസ്റ്റർ ഷേർഷാ. അപ്പൊ ഇത്രയും പേര് മാത്രമല്ല, ഞങ്ങൾ കുറച്ച് സംവിധായകരെ ഈ സിനിമയിലേക്ക് കൊണ്ടിരുന്നു അഭിനയിക്കാനായിട്ട്. അജയ് വാസുദേവ്, മമ്മൂക്കയുടെ 4 പടം ചെയ്ത് 4 വിറ്റാക്കിയ മനുഷ്യനാണ്. പുള്ളി ചെയ്താൽ മമ്മൂക്കനെ വെച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. ഇവിടെയും കുറച്ച് പേരുണ്ട്. അടുത്ത പടം ഇവിടെ ഇന്നലെ എനിക്ക് ഏറ്റവും കിട്ടിയ ഗിഫ്റ്റ് അജയുടെ ആയിരുന്നു. അജയ് ട്രെയിലർ കണ്ടിട്ട് പറഞ്ഞു അജയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അജയാണെങ്കിൽ മാസ് മസാലയുടെ ആളാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ആക്ഷൻ പരിപാടി ചെയ്യുന്നു. വേണ്ട, അധികം ഇങ്ങോട്ട് അടുപ്പിക്കണ്ട, പ്രൊഡ്യൂസർമാർ ഇവിടെ ഇരിക്കുന്നത് ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അജയ് എന്നാണ് ഫസ്റ്റ് നമുക്ക് ട്രെയിലർ ഓക്കെ എന്ന് പറഞ്ഞു. അജയ് പറഞ്ഞ പിന്നെ ഓക്കെയാണ്. മാസ് പടങ്ങളിലെ ഷൈലോക്ക് ഉൾപ്പെടെയുള്ള പടങ്ങളിലെ ജനങ്ങളെ കൊണ്ട് കൈയടിപ്പിച്ചിട്ട് ആൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് കൈയടിക്കാൻ തോന്നില്ലേ? കണ്ണൻ താമരക്കുളം നിരവധി ഹിറ്റുകൾ ചെയ്ത ഡയറക്ടർ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമ്മുടെ പടത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള സർപ്രൈസുകളുണ്ട്.
അതിലൊന്നാണ് സജിൻ. സർപ്രൈസ് തന്നെയാണ്. തണ്ണിമത്തൻ എന്ന് പറയുന്ന സിനിമയിലൂടെ നമുക്ക് സർപ്രൈസ് എന്ന ആളാണ്. റൈറ്ററാണ്, ആക്ടറാണ്, എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും ഇഷ്ടമായിട്ടുള്ള മിസ്റ്റർ ടീം ബിനീഷ് ബാസ്റ്റി ടീം. ഇതൊന്നും അല്ല കേട്ടോ, കുറെ നേരമുണ്ട്. കാരണം എന്റെ കൂടെ തന്നെ 12 പേരുണ്ട്. ഭവാനി ടീം എന്ന് പറയും, അവരുടെ പലരും കൂടി ഉണ്ട്. ഉണ്ടാ ജയ് ഭവാനി, ജയ് ഭവാനി. ആ ഉണ്ട്, നമ്മുടെ ടീമുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ നമ്മുടെ ടീം പിരിഞ്ഞ ആ ടീമുകളൊന്നും ഒരുമിച്ചു വാ. കേരളത്തിലെ നമ്പർ 1 കൊട്ടേഷൻ ടീമാണ്, പേടിക്കണ്ട, സിനിമയിലിട്ടോ. അപ്പോ ഇതിലെ പാട്ടുകൾ വിനീത് ശ്രീനിവാസൻ, പരീക്കുട്ടി, ഇമ്രാൻ, അങ്ങനെ ഒരുപാട് പേര് ചേർന്നിട്ടാണ് പാടിയിരിക്കുന്നത്. നമുക്ക് ആ പാട്ട് ഒരിക്കൽ കൂടി സ്റ്റേജിൽ അവരുടെ ശബ്ദത്തിൽ, അതായത് അവരാണ് നിങ്ങൾക്ക് വേണ്ടി പാടാൻ പോകുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ തന്നെ ട്രെൻഡിങ്ങിൽ ലിസ്റ്റിൽ ഫസ്റ്റ് ദിവസം തന്നെ എത്തിക്കഴിഞ്ഞു. വെൽക്കം പരീക്കുട്ടി. നിങ്ങൾക്കറിയാം, ബിഗ് ബോസ് എന്ന് പറയുന്ന സിനിമയിലൂടെ നിങ്ങൾക്ക് സുപരിചിതനാണ്. സിനിമയല്ല, സോറി, പ്രോഗ്രാമിലൂടെ. യെസ്, നല്ലൊരു കൈയടിയോടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പരീക്കുട്ടി. എവരിബഡി പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. ഒരു പ്രൊഡ്യൂസറിന്റെ പേര് പറയാൻ മറന്നുപോയിട്ടാ, വളരെ ക്ലോസ് ആയതുകൊണ്ട് വിട്ടുപോയത്. ആൽവിൻ ആന്റണി നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സിനിമകൾ പ്രദർശിപ്പിക്കുന്ന ഷാനൈസിന്റെ ഒറിജിനൽ മുതലാളി ഇവിടെ ഇരിപ്പുണ്ട്. ഹലോ, തിയേറ്ററില്ല, സ്ക്രീൻ തരൂലേ? കവിതയിലാണ്. ആ മതി മതി. ഓക്കെ, പരീക്കുട്ടി. ഇമ്രാൻ, അപ്പൊ ഡയറക്ടർ എന്നൊന്ന് ഡയറക്റ്റ് ചെയ്യാം നിങ്ങളല്ലേ? അവിടെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ശരിക്കും അവിടെ വീണ്ടും RRന്റെ പണികളിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തത്. ഒപ്പം ആ ഒപ്പനയിലെ 4 സുന്ദരികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആരാധ്യ, സന, ആര്യ, അമൃത ആൻഡ് ഷീലു എബ്രഹാം. അല്ല, വെറുതെ വന്നാൽ മതി, ഡാൻസ് ചെയ്യണ്ട. കൂടെ ഞാൻ പാടിയിരിക്കും. യെസ്, അപ്പൊ നല്ലൊരു കൈയടിയോടെ നമുക്ക് ഇവരെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. We have this beautiful ladies over here and എല്ലാവരും the സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് വന്നാൽ അടിപൊളിയായിരിക്കും. പുയ്യാപ്പിള യഥാർത്ഥത്തിൽ ആൻസൺ പോൾ ആണെങ്കിലും ഇന്നത്തെ ഞങ്ങളുടെ പുയ്യാപ്പിള എന്ന് പറയുന്നത് ഓൾ ജൺ ഹീറോ റഹ്മാൻ സാറാണ്. അതിനുശേഷമായിരിക്കും നമ്മുടെ ബിഗ് സർപ്രൈസ് ബാബു ആന്റണി. ഓക്കെ, അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ഹിറ്റ് സോങ്, എവർഗ്രീൻ സോങ്, ഇന്ന് കോളേജിലെ പിള്ളേരാണെങ്കിൽ ഈ കൊച്ചു തുടങ്ങി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഏറ്റുപാടുന്ന ആ ഒരു DJ മ്യൂസിക്കിൽ തന്നെ അദ്ദേഹത്തിന് ക്ഷണിക്കുകയാണ്. The one and only റഹ്മാൻ സാർ. വെൽക്കം. എല്ലാവരും വരിക, എല്ലാം നമ്മുടെ പ്ലീസ്. Alright everyone, we would love to request the entire cast onto the stage. ഇവരെ എല്ലാവരെയും നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. So I want everybody to put their hands together. Everyone, please give a big round of applause to each one of them. Yes, അപ്പോൾ നമ്മുടെ entire crew and cast of Bad Boys is here on the stage. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ എൻ്റയർ മലയാള സിനിമയിലെ ഏറ്റവും ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ദ വൺ ആൻഡ് ഓൺലി ദ എവർഗ്രീൻ സ്റ്റാർ റഹ്മാൻ. എവരിബഡി പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ഹിം. യെസ്, ഹായ് ഹായ്. എനിക്ക് ആക്ച്വലി ഭയങ്കര സ്റ്റാർസ്റ്റിക് മൊമെന്റ് ആണ്. കാരണം എനിക്ക് മമ്മൂക്കേനോടൊക്കെ നമ്മൾ ചോദിക്കാറില്ല എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം. എനിക്ക് അതേ ചോദ്യം ഇവിടെ ചോദിക്കാൻ തോന്നുന്നു, എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? യു ഹാവ് ഏജ് ലൈക്ക് എ ഫൈൻ വൈൻ. അത് ആ ചോദ്യം എൻ്റെ ഉമ്മയും പിന്നെടുത്ത് ചോദിക്കും. ജെനറ്റിക്സ് ആണെന്നല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ബാഡ് ബോയ്സിലേക്ക് വരാം. എന്താണ് ബാഡ് ബോയ്സ് ആൻഡ് റഹ്മാൻ? എനിക്കറിയാം, എനിക്കൊന്ന് ഒരു വലിയൊരു കംബാക്ക് ആണ് നമ്മൾ മലയാളികൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ആ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഈവൻ ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, ആ പഴയ റഹ്മാനെയൊക്കെ തിരിച്ചു കിട്ടി. എനിക്ക് തോന്നുന്നു ആ ട്രെയിലറിന്റെ താഴെ വന്ന കൊമൻസ് വായിക്കുകയാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കൊമൻസും അങ്ങനെ തന്നെയായിരിക്കും. ആൻഡ് വാട്ട് ഈസ് യുവർ റിയാക്ഷൻ ആൻഡ് വാട്ട് യു വാണ്ട് ടു ടെൽ ദം? ഹലോ കൊച്ചി, നമസ്കാരം. നമസ്കാരം. ഒന്ന് എഴുന്നേക്കൂ പ്ലീസ്.
വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് എനിക്ക്. ഞാൻ സിനിമയെക്കുറിച്ച് അധികമൊന്നും പറയാൻ പോകുന്നില്ല, കാരണം ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് നന്നായി അറിയാം. ഇതൊരു നല്ല സിനിമയാണ്, വലിയ സിനിമയാണ്, പ്രത്യേക സിനിമയാണ്, ഒരു ഡിഫറെൻറ്റ് സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് ഇതെല്ലാമാണ്. എൻ്റെ കരിയറിൽ ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ ഒരു മാസ് എൻ്റർടൈനിങ് സിനിമ ചെയ്തിരിക്കുന്നത്. വളരെ ത്രില്ഡാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ ടീസർ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസസ് എനിക്ക് കിട്ടുന്നുണ്ട് പ്രേക്ഷകരിൽ നിന്ന്. സോ ഞാനും ടെൻഷനാണ് എൻ്റെ ഇത്. പക്ഷെ ഈ വേദിയിൽ ഇപ്പോൾ എനിക്ക് നന്ദി പറയാനുള്ളത് രണ്ടുപേരുടെ ആദ്യം. ഒന്ന് ഈ പടത്തിൻ്റെ സംവിധായകൻ, കാരണം ഇങ്ങനൊരു കഥയായിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം എൻ്റെ മേളിൽ കാണിച്ച ആ വിശ്വാസമാണ് എനിക്കിങ്ങനെ ഒരു പടം ചെയ്യാൻ കഴിഞ്ഞത്. ഒമർ ലുലു, താങ്ക് യു സോ മച്ച് ഒമർ. ആൻഡ് സാരംഗൻ റൈറ്റർ, താങ്ക് യു സോ മച്ച് ഒമർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ നമ്മൾ കഥ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് ചിരിച്ചിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു സംശയമായിരുന്നു എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് മാറ്റി തന്നത് ഒമറാണ്. സത്യം, ഇത് സത്യമാണ്. സാറിന്റെ ടെൻഷൻ മാറ്റാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സാറിന്റെ ഒരു പാട്ട് കൂടെ പ്ലേ ചെയ്തോട്ടെ? ഒരു മിനിറ്റ്. ഞങ്ങള് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഏതാണ്ട് 1.5 മാസമായിട്ടുള്ളൂ. ആൻഡ് ഓണത്തിന് ഇറക്കണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷേ ടൈം എങ്ങനെ, അതിനൊരുപാട് പണം ചിലവാണ്. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ റഷ് ചെയ്യണം, സ്പീഡപ്പ് ചെയ്യണം. ആൻഡ് അഫ്കോഴ്സ് പ്രൊഡ്യൂസർ അദ്ദേഹം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വാശി എന്നോട് ഉറപ്പിച്ചതെന്ന് ഈ പടം ചെയ്യുമ്പോൾ ഇത് ഞാൻ ഓണത്തിന് ഇറങ്ങിയിരിക്കും, ഇത് ഞാൻ റിലീസ് ചെയ്തിരിക്കും എന്നുള്ളൊരു ആ ഒരു വാക്ക്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ആൻഡ് പിന്നെ ഈ പടത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, ഈ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പടത്തിൽ അഭിനയിക്കുന്നവർ എല്ലാവരും ബാഡ് ബോയ്സ് തന്നെയാണ്. ഇവരില്ലാതെ ഈ ബാഡ് ബോയ്സ് ഇല്ല. ഇത് എൻ്റെ ഒരു പടം മാത്രമല്ല, ഇത് എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ബെബിൻ, സെന്തിൽ, ആൻസൺ, എവറിബഡി, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്ക് വാക്കുകളില്ല എല്ലാവരും പറയാൻ. കാരണം ഇങ്ങനെ ഒരു ടേൺ ഔട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇത്രയും ലെവലിൽ ഇത് കയറുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സോ മച്ച് സുധീർ, ടിനി, ബാബു ആൻ്റണി, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷീലു, താങ്ക് യു ഫോർ വർക്കിംഗ് വിത്ത് മീ. താങ്ക് യു. ഒരു ടെക്നീഷ്യന്റെ പേര് നമ്മൾ വിട്ടുപോയി, കാരണം പിന്നെ DOP ആൽബി, അതുപോലെ തന്നെ എഡിറ്റർ ഡോൺ ബോസ്കോ, പിന്നെ മ്യൂസിക് ഡയറക്ടർ വില്യംസ്. ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും ഉണ്ടോ അവിടെ? അല്ല, നമ്മുടെ ഫൈറ്റ് മാസ്റ്ററിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടാവും. ഫിനിക്സ് പ്രഭു. ഈ അടുത്ത് റീസെന്റ് ആയിട്ട് ടർബോ എന്ന് പറയുന്ന സിനിമയാണ് മമ്മൂക്ക് ചെയ്തിട്ടുള്ളത്. ഷെർഷാന് കുറെ എനിക്ക് തോന്നുന്നു അടുത്തൊരു പ്രോജക്റ്റും വരുന്നുണ്ട്. അതുകൊണ്ട് ഷെർഷാൻ എപ്പോഴും ഫിനിക്സ് പ്രഭുവിനെ ബൂസ്റ്റ് ചെയ്യുന്നത്. ആ പേര് വിട്ടുപോയി. ഒരു ഉഗ്രൻ 6 ഫൈറ്റ് സീക്വൻസ് ആണ് ഇതിൽ കമ്പോസ് ചെയ്യുന്നത്. ഒരു ഫൈറ്റ് അല്ല, എത്ര ഫൈറ്റാണ്? 5 ഫൈറ്റ്. ഞാൻ പ്രഭു മാത്രമല്ല, അഷ്റഫ് ഗുരുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ പടത്തിന്റെ റിസൾട്ട്. കാരണം ആർക്കും ഒരു എന്താ പറയുക, ഒരു ക്ഷീണോ ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ 40 ദിവസമോ എത്ര ദിവസമായി 50 ദിവസം വർക്ക് ചെയ്തു ഒരുമിച്ച്. ഒരുപാട് നല്ല ഓർമ്മകളും ഒരുപാട് നല്ല എക്സ്പീരിയൻസുമാണ്. താങ്ക് യു, താങ്ക് യു ഓൾ, താങ്ക് യു ഗൈസ്. സാറിന്റെ ഒരു പാട്ട് പ്ലേ ചെയ്തോട്ടെ? ആ പാട്ടിനോടൊപ്പം നമ്മൾ എല്ലാവരും ഡാൻസ് ചെയ്യും. ഓക്കെ അല്ലെ, എല്ലാവരും പോവും. ഞാൻ ആ പാടി കഴിഞ്ഞ് എല്ലാവരും ഓടിക്കണം. ഒരിക്കലും പാട്ട് കൂടെ പ്ലേ ചെയ്യാം. പവർ സ്റ്റാർ ബാബു സാർ, ബാബു ആന്റി സാറ് മാത്രമാണ് ഇപ്പോഴും പവർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത്. തമിഴിലും തെലുങ്കിലും എല്ലായിടത്തും. എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട്, നമ്മുടെ ഫാൻസിനോട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കൊച്ചി എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വളരെ സന്തോഷമുണ്ട് ഇവിടെ വരാനും നിങ്ങളെല്ലാവരും കാണുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ട്രെയിലർ കണ്ടല്ലോ അല്ലേ? എങ്ങനെയുണ്ട് ട്രെയിലർ? സൂപ്പർ അല്ലേ? ഞാൻ ഒമറിനോടും ഇതിൻ്റെ പ്രൊഡ്യൂസർ എബ്രഹാം, മിസ്റ്റർ ആൻഡ് മിസ്സസ് എബ്രഹാം, പിന്നെ ഓൾ ടെക്നീഷ്യൻസ് ആൻഡ് ആക്ടേഴ്സ് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. ഈ പടം നമുക്ക് ഓണം ബമ്പർ അടിക്കണം. അതുപോലെ തന്നെ ഒമർ എന്നെ വിളിച്ചിരുന്നു, ഇങ്ങനൊരു പടം പ്ലാൻ ചെയ്യണം, ബാബു ഇതിലൊരു വേഷം ചെയ്യണം. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. ആദ്യം ഞാനും ഒമറും കൂടെ ഒരു പവർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു പടം പ്ലാൻ ചെയ്തു. ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോഴാണ് കൊറോണ വന്നത്. അപ്പോൾ അത് കൊറോണയിൽ മുങ്ങിപ്പോയി. പിന്നെ വേറൊരു സന്തോഷ വാർത്തയെന്ന് പറഞ്ഞാൽ ഇതിൽ ഞാനൊഴിച്ച് ബാക്കി എല്ലാം ബാഡ് ബോയ്സാണ്, മൊത്തം ബാഡ് ബോയ്സാണ്. ഒരിക്കൽ ഇപ്രാവശ്യം നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ നായകൻ്റെ കൂടെയാണ്. എല്ലാവർക്കും നന്ദി, ഇവിടെ വന്ന എല്ലാവർക്കും.
നന്ദി. താങ്ക് യു. ബാബുശ്ശേട്ടാ, ഈ സിനിമ സാധ്യമായത് തീർച്ചയായിട്ടും ഏത് സിനിമയും സാധ്യമാവുന്നത് പ്രൊഡ്യൂസറിലൂടെ തന്നെയാണ്. ഷീലു എബ്രഹാം ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് മംഗ്ലീഷ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയിൽ എൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത്. അതിനുശേഷം ഇവർ പ്രൊഡ്യൂസ് ചെയ്ത ഷീ ടാക്സിയുടെ ഭാഗമായിരുന്നു. മമ്മൂക്കയുടെ തന്നെ പുത്തൻ പണം അതിലെനിക്ക് വേഷം ചെയ്യാൻ സാധിച്ചു. ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാത്ത വിജയങ്ങളും തന്നിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ ഈ ഒരു സിനിമയും സാധ്യമായത് ഷീലു എബ്രഹാം സാറ് കാരണമാണ്. അപ്പം ഷീലു എബ്രഹാം ഈ പടത്തിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യാണ് റഹ്മാൻ സാറിൻ്റെ പേരായിട്ട് തന്നെ. അപ്പം 2 വാക്ക് നമുക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി. നമസ്കാരം കൊച്ചി. ഈ ഒരു സിനിമ എനിക്ക് എന്നും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഞങ്ങൾ 15ാമത്തെ ചിത്രമാണ്. അതിൽ 15 ചിത്രത്തിലും ഏറ്റവും പ്രിയപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ ബാഡ് ബോയ്സ് തന്നെയാണ്. പിന്നെ ഓണത്തിന് തന്നെ ഈ ചിത്രം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഏറ്റവും ആഗ്രഹിച്ചത് ഞാൻ തന്നെയാണ്. എന്താണെന്നറിയില്ല, ഈ ചിത്രത്തിൻ്റെ കഥ എന്നോട് ഒമർ വന്ന് എൻ്റെ അടുത്ത് അവതരിപ്പിക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു വൈബായിരുന്നു എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. പിന്നെ സാരംഗ് ഇതിൻ്റെ റൈറ്റർ, സാരംഗ് എവിടെ? ഇത് ആക്ച്വലി എന്ത് പറഞ്ഞാൽ ഈ പടം സംഭവിക്കുന്നത് ഒമർ ഭായിയും സാരംഗും കൂടെ എന്നെ കാണാനായിട്ട് വന്നപ്പം ഈ സാരംഗ് ഇതിൻ്റെ കഥ അവതരിപ്പിച്ചത് എനിക്കറിയില്ല. ഞാൻ ഈ 15 ചിത്രങ്ങളുടെ കഥ കേട്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുമായിരുന്നു. ഒപ്പം ഒമറിൽ നിന്ന് വന്ന ഒരു സംവിധായകൻ്റെ ഒരു സ്പെഷ്യൽ വൈബ്, ആ ഒരു നിമിഷം തന്നെ ഈ ചിത്രത്തിലേക്ക് പ്രൊസീഡ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുത്തത് ഞാൻ തന്നെയാണ്. ഒപ്പം പൈസ മുടക്കിയത് എൻ്റെ ഭർത്താവ് തീർച്ചയായിട്ടും. അപ്പം എന്തായാലും താങ്ക് യു ഒമർ ഭായ്, താങ്ക് യു സാറേ. പിന്നെ റഹ്മാൻ ഒക്കെ ഇങ്ങോട്ട് ഈ ചിത്രത്തിലേക്ക് നമ്മൾ എന്താ പറയുക കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുന്നു. ഒപ്പം ഈ നിൽക്കുന്ന എല്ലാവരെയും ഈ ചിത്രത്തിൻ്റെ ഭാഗമാകാൻ 50 ദിവസത്തെ ഷൂട്ടെന്ന് പറയുന്നത് ഒരുപാട് എഫേർട്ട്, ഇവരെല്ലാവരും ഇട്ടൊരു എഫേർട്ടെന്ന് പറയുന്നത് മറക്കാൻ പറ്റാത്തതാണ്. അത് വളരെ സന്തോഷമായിട്ട് മഴയത്തും വെയിലത്തും ചെളിക്കകത്തും ഒക്കെ കിടന്ന് ഉരുണ്ട് പനിയൊക്കെ ആയിരുന്നു. എനിക്കൊന്ന് റഹ്മാനിക്കോ ആൻസിനൊക്കെ പനിയായിരുന്നു. ഒപ്പം ടിനി ടോമിൻ്റെ ഒരു എന്താ പറയുക ഒരുപാട് അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. ഈവൻ ഈ പ്രൊമോഷൻ സമയത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നു ടിനിയുടെ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് എടുത്തു പറയാവുന്നതാണ്. താങ്ക് യു ടിനി. എന്നിട്ട് എല്ലാവർക്കും എന്നെ നന്ദി. റഹ്മാനിക്ക, താങ്ക് യു സോ മച്ച്. അപ്പം ഓണത്തിന് എല്ലാവരും ഞങ്ങളുടെ ഈ സിനിമയെ സ്വീകരിക്കണം. ഒപ്പം ഈ ട്രെയിലർ ലോഞ്ച് ചെയ്ത നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഞങ്ങളുടെ ഏറ്റവും അടുത്തയാളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ AR-ഉം 12ന് ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു കോമ്പറ്റീവ് സ്പിരിറ്റ് ഇല്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 സിനിമകളും ഹിറ്റാവണം. നിങ്ങൾ 2 സിനിമകളെയും വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. താങ്ക് യു ലിസ്റ്റിൻ, താങ്ക് യു സിയാദ് ഇക്ക, താങ്ക് യു എവരി വൺ, ആൽവിൻ അന്നിച്ചേട്ടൻ, ഔസേബച്ചൻ ചേട്ടൻ, എൻ്റെ സായി ചേട്ടൻ, എല്ലാവർക്കും നന്ദി. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്, നിത, മൈ ബ്രദർ, എല്ലാവർക്കും. ലിസ്റ്റിനെ വിഷമിക്കേണ്ട, ഡാമിന് നമ്മൾ പ്രൊമോഷൻ തരുന്നുണ്ട്. നിങ്ങളുടെ ആൾ കൂടിയാൽ ഓവർഫ്ലോ എന്നാൽ നമ്മളെടുത്തോളാം, നമ്മുടെ വന്നാൽ നിങ്ങൾക്ക് തന്നോളാം. അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കൽ വാങ്ങലാവാം. സിനിമ നിലനിൽക്കണം നമുക്ക്, അത്രേ ഉള്ളൂ അല്ലേ? ഓണത്തിന് തീർച്ചയായിട്ടും സിനിമ ആരാ 2 വാക്ക് പറയണോ? ആരാണ്? വന്നോളൂ. ഷീലു മാമിനെ കുറിച്ച് 2 വാക്ക് പറയണമെന്ന് പരിചയമുണ്ടോ? ആണോ? നിനക്ക് പരിചയമുള്ളതല്ലേ? ഓക്കെ ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സിനിമ തന്നതിൽ വളരെ വളരെ നന്ദിയുണ്ട്. ബിക്കോസ് ഞാൻ ഒരുപാട് ഫിലിം ആക്ടേഴ്സിനെ ഉണ്ടെങ്കിലും ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ കണ്ടിട്ടുണ്ട്, മലയാളം ഫിലിം പ്രൊഡ്യൂസേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്കും ഒരു കോൺഫിഡൻ്റ് ആയിട്ടും നല്ലൊരു പോസിറ്റീവ് ഓറയും എല്ലാവരോടും ഇപ്പോൾ സെറ്റിലുള്ളവരായാലും പുതിയൊരു പെട്ടെന്ന് ഒരാളെ കണ്ടാൽ തന്നെയും എല്ലാവരോടും നല്ലൊരു ഒരു പോസിറ്റീവ്. അല്ലല്ല അങ്ങനെയല്ല. ഞാൻ ആൻസർ ബോളിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി. ആൻസർ ബോളിന്റെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം മേഡത്തിനെ കണ്ട് ഡയറക്റ്റ് പറയണമെന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു ചാൻസ് കിട്ടിയത് എന്ന് വെച്ചാൽ മേഡം വളരെ ഒരു നല്ലൊരു ക്യാരക്ടറാണ്. അത് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. എന്നുവെച്ചാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത്രയും നല്ലൊരു പോസിറ്റീവ് ക്യാരക്ടറും എല്ലാവരോടും ബിഹേവ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറെ നമുക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അത് തന്നെയാണ്, അത് 100%.
അപ്പോൾ ഇനി ഞാൻ വേദിയിലേക്ക് ഭരതനാട്യം എന്ന് പറയുന്ന സിനിമ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. സൈജു കുറുപ്പ് അൻവർ ശരിക്കും പറഞ്ഞ സെമിനാരിയിൽ പഠിക്കേണ്ട പയ്യൻ തന്നെയാണ്. കാരണം ഇതിൽ പള്ളിയിലച്ഛനായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ സൈജു ഇതിലൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഭരതനാട്യം ആരെങ്കിലും കണ്ടോ? എന്നാ റിക്വസ്റ്റ് കാല് പിടിക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ആക്ച്വലി ബാഡ് ബോയ്സിനെ പറ്റി സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഭരതനാട്യത്തിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഭരതനാട്യം നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിലൊക്കെ ഓടുന്നുണ്ട് ഇന്ന് വരെ. നാളത്തെ കാര്യം എനിക്കറിയില്ല. നാളെ ഒരു വമ്പൻ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നായകൻ്റെ പടം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ മിക്കവാറും ഭരതനാട്യമൊക്കെ എടുത്ത് മാറ്റി വരും. അപ്പം പറ്റിയാൽ നിങ്ങൾ കുറച്ച് പേര് ഇന്ന് ഒക്കെ പോയി കണ്ടാൽ നല്ലതായിരുന്നു. എനിവേസ്, നമ്മുടെ വിഷയം ബാഡ് ബോയ്സ് ആണ്. അതെ, ഞാൻ കണ്ടു കേട്ടോ പടം ഭരതനാട്യം. അടിപൊളി സിനിമയാണ്, എല്ലാവരും പോയി കാണേണ്ടതാണ്. ഇറ്റ്സ് എ ഫാമിലി എൻ്റർടൈനർ. സത്യം ഞാൻ ഓഡിയൻസിൻ്റെ റിവ്യൂ കേട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടാണ് ഞാനത് പോയി കണ്ടത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്വാളിറ്റി ഉള്ള സിനിമയാണ്, നല്ല ഹ്യൂമറുണ്ട്. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഫിലിം. പ്രൗഡ് ഓഫ് യു. താങ്ക് യു രമേന്ദ്രൻ, താങ്ക് യു. ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം ഏറ്റവും ആദ്യം രഹ്മാൻ ചേട്ടൻ തന്നെയാണ്. ടിനി പറഞ്ഞ പോലെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ട റൊമാൻറ്റിക് ഹീറോ, റൊമാൻറ്റിക് സൂപ്പർ സ്റ്റാർ. അന്ന് ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു. മഹാരാഷ്ട്രയിൽ എല്ലാവരും, എല്ലാ നടന്മാരും ക്ലീൻ ഷേവനാണ്. നമ്മുടെ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ എല്ലാവരും മീശ വെച്ചിട്ടുള്ള ഹീറോസാണ്. പക്ഷേ നമുക്ക് ബോളിവുഡിലെ ഒരു ഹീറോയെ പോലെ നമുക്ക് മലയാളത്തിൽ നിന്ന് കാണിക്കാൻ പറ്റിയ ഒരു സ്റ്റാർ ആയിരുന്നു, ഒരു ഹീറോ ആയിരുന്നു രഹ്മാൻ ചേട്ടൻ എന്ന്. എൻ്റെ വൈഫ് വലിയൊരു ഫാനാണ് രഹ്മാൻ ചേട്ടൻ്റെ. രഹ്മാൻ ചേട്ടൻ്റെ പടത്തിൽ ഞാൻ അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ഞാനൊരു വലിയ ഫാനാണെന്ന് പറയണമെന്ന്. അപ്പം നമുക്കിത് കേൾക്കുമ്പോൾ ഒരു ചെറിയ ലാലേട്ടൻ പറയുന്ന പോലെ നമ്പർ 20 മദ്രാസ് പോലെ ഒരു അസൂയ പോലെയൊക്കെ തോന്നും നമുക്ക്. അപ്പം ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് ഓൾറെഡി രഹ്മാൻ ചേട്ടനൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും പറയണോ? പറഞ്ഞാൽ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അവിടെ ഞാൻ പറഞ്ഞിട്ടില്ല മനഃപൂർവ്വം, അത് ഞാൻ ഇന്ന് പറയുവാണ്. എൻ്റെ വൈഫ് ഭയങ്കരമായിട്ട് ഫാനാണ്. പിന്നെ ബാബു ആൻ്റണി ചേട്ടൻ അയ്യോ, കടലൊക്കെ കണ്ടിട്ട് രോമാഞ്ചം കൊണ്ടിട്ട് ഒരു രക്ഷയിലായിരുന്നു. അങ്ങനെ ബാബു ആൻ്റണി ചേട്ടനും ആയിട്ട് ഒരു സ്റ്റെപ്പ് കാണണോ? ഒരു സ്റ്റെപ്പ് നമുക്ക് കാണാമല്ലേ? ഓക്കെ, ഒരു 2 സ്റ്റെപ്പ്. ആ ഒരു മ്യൂസിക് ഇട്ടോട്. അവിടെയാണെങ്കിൽ പിന്നെ ഹലോ ഒരു മ്യൂസിക് ഇടൂ. ഒരു മ്യൂസിക് ഇട്ടോ അല്ലേ? ബാബുച്ചേട്ടനല്ലേ? റെഡി? കിട്ടാൻ അപ്പോൾ പിന്നെ ഒമറിൻ്റെ രണ്ടാമത്തെ പടത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ഹാപ്പി വെഡിങ്ങിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്തൊരു ചാൻസ് കിട്ടി. എന്നെ ആദ്യം വിളിച്ച ക്യാരക്ടർ വേറൊരു ക്യാരക്ടറായിരുന്നു. ആ സമയത്ത് എനിക്ക് ഡേറ്റ് ഇല്ലായിരുന്നു. അതിന് കുറച്ച് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഡേറ്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് വേറൊരു ക്യാരക്ടർ എന്ന് സഹായിച്ച ഒരു വ്യക്തിയാണ്. വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് ഒമർ. ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടത്തിൽ ഞാൻ ചാൻസ് ചോദിച്ചിട്ട് അദ്ദേഹം വലിയ മനസ്സ് കാണിച്ച് എനിക്ക് അതിൻ്റെ അകത്ത് ഒരു റോള് തന്നായിരുന്നു. അല്ലേ? കറക്റ്റല്ലേ? എന്തായാലും നമ്മൾ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ചാൻസ് ചോദിച്ചത് സൈജു ചേട്ടനാണ്. അപ്പോൾ പടം തുടങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് എൻ്റെ പ്രീ വർക്ക് നടക്കുമ്പോൾ എനിക്ക് ഫേസ്ബുക്കിലൊരു മെസ്സേജ്, സൈജു കുറുപ്പ് ചാൻസ് ചോദിച്ചു. ഞാൻ വന്നത് പോയത് ഫേക്ക് ഐ ഡി, നമ്മൾ വിശ്വസിക്കാനില്ല. അപ്പോൾ സൈജു ചേട്ടന് ഹാപ്പി വെഡിങ്ങിൽ അങ്ങനെ ഞങ്ങൾ കമ്പനിയായി. പിന്നെ ഇതിൽ വിളിച്ചപ്പോൾ ഡേറ്റ് ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിഷമമായി. പക്ഷേ അപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥന പടച്ചൊന്ന് കേട്ടു, ഡേറ്റ് തന്നു. താങ്ക് യു സൈജു ചേട്ടാ. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത്, എനിക്ക് വളരെ അടുപ്പമുള്ള എബ്രഹാം ചേട്ടനോടാണ്. എബ്രഹാം മാത്യു ഇതിൻ്റെ പ്രൊഡ്യൂസർ. അദ്ദേഹമായിട്ട് ആദ്യമായിട്ട് എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഒരുപാട് ആൾക്കാർ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ പടത്തിൽ ഒരുപാട് സ്റ്റാർസിനെ കണ്ടു. ഒരു വലിയ സ്റ്റാർ കാസ്റ്റുള്ളൊരു പടമാണ്. പക്ഷേ നമ്മുടെ സുധീർ എപ്പോഴും നമ്മൾ വില്ലൻ റോൾസിലാണ് അദ്ദേഹത്തിനെ കണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ ടൈമിങ്, കോമഡി ടൈമിങ് ജീവിതത്തിൽ ഞാൻ വളരെ പേഴ്സണലി എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ തന്നെ വിചാരിക്കാറുണ്ട് എന്ന് ഏതെങ്കിലും ഒരു സംവിധായകനെ ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് ഒരു ഹ്യൂമർ റോളിൽ കാസ്റ്റ് ചെയ്യുമെന്ന്. അങ്ങനെ ഈ സിനിമയിൽ അദ്ദേഹത്തിന് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ആണ് ആസ് എ ഹ്യൂമർ ആക്ടർ ഇൻ ബാഡ് ബോയ്സ്. എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും ബാഡ് ബോയ്സ് ഓണത്തിന് റിലീസാണ്. എല്ലാവരും അടുത്തുള്ള തിയേറ്റേഴ്സിൽ പോയി കാണണം. ഭരതനാട്യം നിങ്ങൾ ഒഴിവാക്കിയ പോലെ ഒഴിവാക്കല്ലോ പ്ലീസ്. ബാഡ് ബോയ്സ് വിൽ ബി എ ഹോൾസം ഫാമിലി എൻ്റർടൈനർ. നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് കാണാം.
ഒരു ഏജ് ബാരിയറും ഇല്ലാത്ത ഒരു സിനിമയാണ്. ഫൺ ഫിൽഡ് പാക്ഡ് ഒരു എൻ്റർടൈനർ ആയിരിക്കും. താങ്ക് യു. താങ്ക് യു. കുറെ ആളുകൾ സംസാരിക്കണ്ടേ? ബിപിൻ. കണ്ട എനിക്ക് ഫാൻസ് ഉണ്ട്. നമസ്കാരം എല്ലാവർക്കും. ഞാനിവിടെ കയറി വന്നപ്പോൾ സൈജു ചേട്ടൻ നമ്മുടെ സുധീരേട്ടൻ്റെ ടൈമിംഗ് കോമഡിയെ പറ്റി പറഞ്ഞു. അപ്പോൾ സൈഡിൽ നിന്ന് റഹ്മാനൊക്കെ എന്നോട് പറയാണ് എൻ്റെയും ടൈമിങ്ങിൻ്റെ കാര്യം പറയാമെന്ന്. അപ്പം ഞാൻ പറയാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോൾ പുള്ളി അടുത്ത ഇത് എനിക്കെതിരെ പറഞ്ഞു, ബാഡ് ബോയ്സ് 2-ൽ പറഞ്ഞില്ലെങ്കിൽ കട്ടാവുമെന്ന്. അപ്പോൾ ബാഡ് ബോയ്സ് 2 ഉണ്ടാവും എന്ന് റഹ്മാനൊക്കെ ഉറപ്പാണ്. ദൈവം അനുഗ്രഹിച്ചാൽ എപ്പോഴും വലിയ വലിയ സിനിമാക്കാർ പറയുന്ന പോലെ നമ്മളല്ല സിനിമയെ പറ്റി പറയേണ്ടത്, സിനിമയാണ് സംസാരിക്കേണ്ടത്. സിനിമ സംസാരിക്കട്ടെ, ഗംഭീരമാവട്ടെ. പിന്നെ ഈ പടത്തിൽ ഒമറിക്കയുടെ കാര്യം എനിക്കെപ്പോഴും ഒരു നന്ദിയോടെ ഓർക്കാനുള്ളത്, എൻ്റെ ആദ്യ സിനിമ ഭൂമുഖതയ്ക്ക് ശേഷം എന്നെ ഫോണിൽ വിളിച്ച് പടം നന്നായിട്ടുണ്ടെന്ന് അഭിനന്ദിക്കുകയും ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ എൻ്റെ പേര് പറയുകയും ചെയ്ത അപൂർവം ചില സംവിധായകരിൽ ഒരാളാണ്. പിന്നെ ഇതിൻ്റെ റൈറ്റർ, ഈ പടത്തിൻ്റെ എഴുത്ത് തമാശ ഒക്കെ എഴുതിയിരിക്കുന്ന റൈറ്റർ. പിന്നെ എനിക്ക് വേറെ പറയാനുണ്ട്, ഇവിടെ ഇരിപ്പുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഉപേനിച്ചേട്ടനുണ്ട് ഇവിടെ. ഉപേനിച്ചേട്ടൻ അസോസിയേറ്റ് ഡയറക്ടറാണ്. ഒന്ന് എഴുന്നേക്കോ ഉപേനിച്ചേട്ടാ. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ്. ഒന്ന് വരും, നിങ്ങൾക്ക് ഇതിൽ വേദിയിൽ വരാൻ അർഹനായ ആളാണ്. വരും പ്ലീസ്. അത്രയും പണിയെടുത്തിട്ടുണ്ട്. കണ്ടോ ക്രൗഡ് പുള്ളർ. അതേപോലെ അമീറൊക്കെ എന്നെ രസികരാജ മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളുടെ സിനിമ ഈ വരുന്ന 13-ാം തീയതി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഈ സിനിമയിൽ ഔസേപ്പ് ബച്ചൻ സാറും ഉണ്ട് കേട്ടോ. പുള്ളിയും ഇത് അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ട്. ഔസേപ്പ് ബച്ചൻ സാർ ഒരുപാട് ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഖുശ്ബു മുതൽ ഇങ്ങോട്ട് തുടങ്ങി ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഔസേപ്പ് ബച്ചൻ സാറിനെ ഞാനാണ് ഇപ്പോൾ ആദ്യമായിട്ടൊരു ഇൻട്രോ കൊടുത്തത്. ഓവർസീസിന് മാർക്കട്ടെ ഔസേപ്പ് ബച്ചൻ സാർ വന്നതിൽ. ഔസേപ്പ് ബച്ചൻ സാർ പ്ലീസ്. പിന്നെ ഇതൊന്ന് പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞോട്ടെ. പിന്നെ ഈ പറയുന്ന നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അവർക്കുള്ള ഇത് പറയുന്നു. മാത്രമല്ല ലിസിൻ ചേട്ടാ ARMൻ്റെ ഒപ്പമാണ്. ഞങ്ങൾക്കറിയാം വലിയ സിനിമകളാണ് ഞങ്ങളുടെ ഒപ്പം ഉള്ളത്. ഞങ്ങളങ്ങനെ ഒരു അവകാശവാദമൊന്നും പറയുന്നില്ല. ഞങ്ങളൊരു സൈഡിൽ കൂടി ഒരു കുഞ്ഞു വഴിയിൽ കൂടി സൈഡിൽ കൂടി ഒരു 50 കോടി, അതായിരുന്നു ഞങ്ങളുടെ പ്ലാനുള്ളൂ അല്ലേ? അപ്പോൾ എന്തായാലും താങ്ക് യു. ബാഡ് ബോയ്സ് 13-ാം തീയതി കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു വെരി മച്ച്. നമുക്കൊരു ഗസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. ഗായിക സുജാത ചേച്ചിയുടെ ഹസ്ബൻഡ് മോഹൻ സാറ് ഇവിടെ വയലുനോക്കി നടക്കണായിരുന്നു. ഞങ്ങൾ പിടിച്ച് നിർത്തിയതാണ്. മോഹൻ സാറുണ്ട്. അപ്പോൾ വളരെ സന്തോഷം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതിൽ. ഓക്കെ, ഔസേപ്പ് സാർ വേദിയിലേക്ക് ഒന്ന് ക്ഷണിച്ചു പോകുന്നു പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കഴിഞ്ഞ പടം ഒരു അഡാർ ലവ് ആയിരുന്നു. അതിൻ്റെ സംവിധായകൻ ഒമറാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ ചിത്രത്തിൻ്റെ കമ്പോസിങ് സമയത്ത് 8-10 പാട്ടുകളുണ്ട് അതിന്. ഒമർ പറഞ്ഞു, സാറേ ഞങ്ങളുടെ സമുദായത്തിൽ ഒരു പാട്ടുണ്ട്, അതൊന്ന് നമുക്ക് എടുത്താലോ. അത് കേട്ടു, അത് റെക്കോർഡ് ചെയ്തു. അതായിരുന്നു മാണിക്യമലരായ പൂവി. അത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് നോക്കി, ഏതാണ്ട് 109 മില്യനാണ് ഈ കാശൊക്കെ ആർക്കാ കിട്ടുന്നത് എന്ന് ചോദിച്ചോട്ടെ. ഇത് ആർക്കാ കിട്ടുന്നത്? യൂട്യൂബിനാണ് ഈ കാശ് കിട്ടുന്നത്, അല്ലെങ്കിൽ ചേട്ടന് കിട്ടുമോ? അത് അവർക്ക് കിട്ടും. അവർക്ക് പോയി കയ്യിന്ന് പോയി. അങ്ങനെ അത് ഒമറിൻ്റെ ഒരു മെടുക്കായിരുന്നു. പിന്നീട് സിനിമ ഷൂട്ടിങ് നടന്ന് ആദ്യം ഈ പാട്ടാണ് ഷൂട്ട് ചെയ്തത്. ഒരു 4-5 ദിവസം കൊണ്ട് ഒമർ ആ പാട്ട് ഷൂട്ട് ചെയ്തു. അതിനകത്താണ് കണ്ണിറുക്കൊക്കെ പ്രിയ വാര്യരുടെയൊക്കെ അങ്ങനെ വന്നുപോയി. അത് കഴിഞ്ഞ ഉടനെ 5-6 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ ഷൂട്ടിങ് തുടങ്ങിയിട്ട്. അപ്പോൾ ഒമർ പറഞ്ഞു, സാറേ നമുക്കിതൊന്ന് പുറത്തോട്ടൊന്നും വിട്ടാലോ. അങ്ങനൊന്നും ആരും ചെയ്യത്തില്ല. പടം തുടങ്ങുന്നതിന് മുമ്പ് സീൻസ് പോലും എടുത്തില്ല, പാട്ടാണ് ആദ്യം എടുത്തത്. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ ആ പാട്ട് ഒമറിൻ്റെ ഇത് വെച്ച് അന്ന് ഞാൻ ഒരു മ്യൂസിക് ഡയറക്ടറോ ഒരു മ്യൂസിക് ചാനൽസുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിൽപ്പന പോലും നടന്നിട്ടില്ല. നടക്കുന്നതിന് മുമ്പ്, ഒരു എഗ്രിമെൻ്റ് ഇടുന്നതിന് മുമ്പ്
ആ 24/7 എന്ന് പറഞ്ഞ ഗ്രൂപ്പിനെ വിളിച്ചിട്ട് അവരാണ് ഇത് പുറത്തോട്ട് വിട്ടത്. അങ്ങനെയാണ് ആ പാട്ട് കയറി ഹിറ്റായി. അത് കഴിഞ്ഞ് 1-2 സീൻസ് എടുത്തു. സീൻ എടുത്തു കഴിഞ്ഞാൽ ഒമർ വന്നു, സാറേ നമുക്ക് ഒരു ടീസർ വിട്ടാല. ആയിക്കോട്ടെ. അത് 10 ദിവസം പോലും ആയില്ല ഷൂട്ടിങ് തുടങ്ങിയിട്ട്. ആ ടീസറായിരുന്നു ഈ വെടിവെക്കൽ ടീസർ. ഇങ്ങനെ ഓമറിൻ്റെ അതും കയറി എൻ്റെ 10-50 മില്യനായി. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഒമർ ഈ മാർക്കറ്റിങ്ങിൽ ഭയങ്കര മിടുക്കനാണ്. അത് ഈ പടത്തിലും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഈ പടവും നല്ല മാർക്കറ്റിങ്ങിലൂടെ വിജയിക്കട്ടെ. ഇതിന് എപ്പോഴും ഇതിന് വേണ്ടത് ഒരു നല്ല പ്രൊഡ്യൂസറെയാണ്. ഇതിനെ നമുക്കറിയാം, എബ്രഹാം, വൈഫ്, ആക്ട്രസുമായ ഷീനു, ഇവരൊക്കെ ഒമറിനെ സപ്പോർട്ട് ചെയ്താൽ ഇതൊരു നല്ല മാർക്കറ്റിങ്ങിലൂടെ ഈ പടം വരും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ഒമറിനോട് ഒരു ചെറിയ നന്ദി. പലരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്നെ ഒമർ ഈ പടത്തിൽ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഒരു കാര്യം കൂടി, എന്താ അറിയില്ല, എല്ലാവർക്കും അറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ചേട്ടൻ ചെയ്ത സിനിമകളുടെ പേരൊന്ന് പറയാമോ പെട്ടെന്നൊന്ന്? റാംജിറാവ് സ്പീക്കിംഗ്. പിന്നെ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് ഓരോ സിനിമക്കും ഐഡിയ കൊടുക്കാൻ പറ്റും. പിന്നെ അതിനൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞു വെച്ചു. ഈ നോക്കത്താഴ്ന്ന പ്രിയ അതിനകത്തെല്ലാം പുതുമുഖങ്ങളായിട്ടാണ് വന്നത്. നദിയ മൊയ്തു 1000 കണ്ണുമായി. അപ്പോൾ അന്ന് കത്തി നിന്നൊരു നടനുണ്ട്. കാര്യം ഇത് പുതുമുഖങ്ങളായതുകൊണ്ട് ഓടുവോ ഇല്ലയോ എന്നൊക്കെ ഞാനും ഫാസിലിനും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. ഓടുവോ ഇല്ലയോ എന്നൊക്കെ ഭയങ്കര ഭയമായിരുന്നു. അപ്പം അതിനകത്തൊരു ചെറിയ റോളുണ്ട്, ഒരു ചെറുതല്ല, ഒരു ടേണിംഗ് പോയിന്റിലുണ്ട്. അതിന് ആരെ ഇടാം എന്നാൽ അന്ന് മോഹൻലാലൊക്കെ അങ്ങ് അത്ര ടോപ്പല്ല, പത്മിനിയൊക്കെയാണ്. അപ്പോൾ ആലോചിച്ചപ്പോൾ അന്ന് കത്തി നിൽക്കുന്നൊരു നടനുണ്ട്. പുള്ളിയെ പോയി ഒന്ന് പിടിച്ചാലോ? കാര്യം ഒരു റോളിനകത്ത് അഭിനയിച്ചാൽ അത്ര ആൾ വരും. കാര്യം പിള്ളേർക്കും എല്ലാവർക്കും ഭയങ്കര ഹരവാണ്. അതാണ് റഹ്മാൻ. റഹ്മാൻ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓർക്കുന്നുണ്ടോ? ഞാന് റഹ്മാന്റെ പുറകെ അതിനകത്തൊരു 10 മിനിറ്റ് അഭിനയിക്കാൻ വേണ്ടിയിട്ട് പുറകെ നടന്നതാണ്. അങ്ങനെ കണ്ടു ആ പടം ഓടാൻ വേണ്ടി. അങ്ങനെ അത് നടന്നില്ല. ആ റോൾ അഭിനയിച്ചത് ഫാസിൽ തന്നെയാണ്. ഏതായാലും പടം ഓടിയില്ലേ? നന്നായി. ഞാൻ അഭിനയിച്ചിട്ടില്ല. ഏതായാലും നന്ദി. അല്ല, പിന്നെ സിനിമകൾ പറയാം. ഏതൊക്കെ സിനിമകളുടെ പേരാ ഞാൻ പറഞ്ഞത്? കാക്കുത്തക്കാവിലെ അപ്പൂപ്പൻ താടികൾ, റാംജിറാവ് സ്പീക്കിംഗ്, വർഷം 16 എന്നുള്ള തമിഴ്. വർഷം 16. സാന്ത്വന മീനെ ആദ്യമായിട്ട് വന്നത്. ഓക്കെ. പിന്നെ അഡാർ ലവ്, പ്രിയവാരി, ഹിറ്റ്ലർ. ഓക്കെ. നമ്മുടെ ഇവിടെ ഒരു സംവിധായകൻ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു മാസ് എൻട്രിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണെന്ന് തോന്നുന്നത്, അല്ലേ? വന്നിരുന്നില്ലേ? രാജാതിരാജ, മാസ്റ്റർ പീസ്, ഷൈലോക്ക് ഒന്ന് വേദിയിലേക്ക് വരിക. ഒരു മ്യൂസിക്, പുള്ളി കട്ടൻ ചായ പിടിക്കുമ്പോഴും RR ഇടാറുണ്ട്. അപ്പൊ അതിനൊന്ന് മ്യൂസിക് ഇട്ട് തരാൻ പറ്റുമെങ്കിൽ വലിയ സന്തോഷം. അതിനുമില്ല എല്ലാം. ബാബാ എനിക്ക് പോവാല്ലോ. എന്നിട്ട് പോയാ അജയ് വാസുദേവ് ഇതില് അജയ് വാസുദേവ് ഇതിലൊരു ഗംഭീര ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ വിളിക്കുന്നത് മറ്റാരുമല്ല, പാട്ട് പാടി വൈറലായ ഒരാളുണ്ട്. ഒരു ഗായികയുടെ ഹസ്ബൻഡാണ്, അദ്ദേഹം നന്നായിട്ട് പാടും. എന്തായാലും മോഹൻ സാറിനെ 4 വരി ഭയങ്കര വൈറലായി. എന്തായാലും ഇത്രയും നേരം നിങ്ങളിവിടെ കാത്തു നിന്നു നമുക്ക് വേണ്ടിയിട്ട്. ആരും ഒരാൾ പോലും പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും എൻ്റർടൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ പടത്തെക്കുറിച്ച് മാത്രമല്ല, ഒരു എൻ്റർടൈൻമെൻറ്റും കൂടി ആയിരിക്കണം. അതുകൊണ്ട് മോഹൻ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഒരു സിനിമയുടെ കൺട്രോളർ എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ, ഒരു കാലാവസ്ഥയുടെ പ്രശ്നം ഉണ്ടാക്കാതെ ചെയ്തു തന്നത് ദൈവം തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് അതായത് നമുക്ക് പേരിന് ഒരു കൺട്രോളർ ഉണ്ട്. ദൈവത്തിൻ്റെ കൈകൾ വർക്ക് അദ്ദേഹത്തിലൂടെയാണ്. കാരണം കൃത്യം ഇത്രയും ആർട്ടിസ്റ്റുകളെ ഇവിടെ എത്തിക്കുക, അവരെ വീട്ടിലെത്തിക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുക. കട്ടൻ ചായ വരെ, ലൈം ടീ വരെ ബാലക്ക് കൊടുത്തോണ്ടിരുന്ന ഒരാളാണ് ഇക്ബാൽ പാനായിക്കുളം. മാത്രമല്ല ഇക്ബാലിക്കയുടെ കൂടെ ഞങ്ങളെ കളർഫുൾ ഡ്രസ്സ് നൽകി കോസ്റ്റ്യൂം അരുൺ മനോഹർ. ഇതിലുള്ള ഓരോ കോസ്റ്റ്യൂമിന്റെയും
നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ കോസ്റ്റ്യൂമറാണ് അരുൺ മനോഹർ. അപ്പൊ ഇനി ആ ഒരു 4 വരി വൈറലായ പാട്ട് പാടാം. ഏതാണ് ആ പാട്ടിന്റെ പേരെന്താണ്? ഒന്നാനാം കുന്നുമേൽ. അത് തന്നെ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എന്നെ അറിയാത്ത കുറെ പേരുണ്ട്. ഐ എം ഡോക്ടർ കൃഷ്ണമോഹൻ, പീഡിയാട്രിഷ്യൻ, സ്പോർട്സ്മാൻ ആൻഡ് എ മ്യൂസിഷ്യൻ. ഓക്കെ, ആൻഡ് മൈ വൈഫ് ഇസ് സുജാത ആൻഡ് മൈ ഡോട്ടർ ഇസ് ശ്വേത മോഹൻ. എൻ്റെ മോൾക്ക് ഒരു പാട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ ഇപ്പൊ പടത്തില്. നിനക്കൊന്നും മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായി. പറഞ്ഞോ. ഓക്കെ, അപ്പൊ 4 വരി. ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തെന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കാവേരി തീരത്തോ കാറ്റരുവിയോരത്തോ ആരാരോ സ്വപ്നം കണ്ടു കളിവീടുണ്ടാക്കി. ലാ 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 ലാ. ഇനി സ്വന്തം പരിപാടി പിടിക്കാം. ഭാര്യയും മോളും ഇഷ്ടം പോലെ പ്രോഗ്രാം പിടിക്കണ്ട്. ഇനി ഇന്ന് മുതൽ മോഹൻ സാറിന്റെ ഗാനമേള സ്റ്റേജുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ചേട്ടാ, നമ്മുടെ റഹ്മാൻ സാറിന്റെ പാട്ട് ഇഷ്ടമുള്ള ഒരു കുഞ്ഞ് നമ്മുടെ ഒരു മോളുണ്ട് ഇവിടെ. അപ്പൊ റഹ്മാൻ സാറിനെ സ്റ്റേജിൽ നിർത്തിയിട്ട് ആ മോൾക്ക് ഒരു പാട്ട് പാടണം. റഹ്മാൻ സാറിന് വാ. മോളുടെ പേര് തപസിയാണ്. എൻ്റെ ഒരു പടത്തിൻ്റെ പാട്ട് ഏതാ പടം? കൊഞ്ചി 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 കറിയില്ല. ഒരുപാട് സന്തോഷം. വീണ്ടും ഒരു ഓണക്കാല ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൽ അതായത് ഇക്കയെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിൽ ബാഡ് ബോയ്സ് 2 ഇന്ന് കട്ട് ചെയ്ത് കളയുമെന്നാണ് വീണ്ടും താക്കീത്. ഒരുപാട് സന്തോഷം. വീണ്ടും ഒരു ഓണക്കാല ചിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. 2022 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന ഓണചിത്രത്തിൻ്റെ ഭാഗമായി, 23 കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്നൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി. 24 ഇപ്പോൾ ബാഡ് ബോയ്സിൻ്റെ ഭാഗമായിരിക്കുകയാണ്. നമ്മുടെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തുള്ള ഓണത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എൻ്റെ കുട്ടിക്കാലത്തെ ഓണത്തിനിറങ്ങിയ സിനിമകൾ ആയിരിക്കും ഞാൻ ഓർമ്മിക്കുക. ആ സിനിമകളും ആ സിനിമകളുടെ പാട്ടുകളും ഒക്കെയാണ്. ഒരുപാട് ഹിറ്റ് സിനിമകൾ, ക്ലാസ്മേറ്റ്സ്, നരൻ, ഹരികൃഷ്ണൻസ്, സമ്മർ ഇൻ ബത്ലഹേം, ഫ്രണ്ട്സ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഓണക്കാല ചിത്രങ്ങൾ ഇപ്പോൾ ഓണത്തിന് ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഉള്ള കാലത്തിലേക്ക് പോകുമ്പോൾ 2024 ഓണം ബാഡ് ബോയ്സിൻ്റെ പേരിലായിരിക്കും ഓർമ്മിക്കുക. അപ്പോൾ അത് ഒരു വലിയ ഹിറ്റായി തീരട്ടെ. നിങ്ങൾക്കും ഈ പടം ഒരു ഓർമ്മിക്കുന്ന ഒരുപാട് സംഭവങ്ങളുള്ള ഒരു സിനിമയാകട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ സിനിമയിലുണ്ട്. അത് ഒരുപാട് നൊസ്റ്റാൾജിയ തരുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്ത് ഒമറിക്ക ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശങ്കർ സാറൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ റഹ്മാനിക്ക് പഴയ തനിമ ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ പുതിയ വേർഷൻ, റഹ്മാനിക്കയുടെ പുതിയൊരു വേർഷൻ പഴയ തനിമ നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഇതൊരു വലിയ വിജയമാക്കി തീർക്കുക. അതുപോലെ തന്നെ നമ്മുടെ റഹ്മാനിക്ക് പനി ആയതുകൊണ്ട് നിങ്ങൾ ഡാൻസിൽ വല്ലാണ്ട് സ്കോർ ചെയ്തു ഞങ്ങൾ അറിഞ്ഞു. ഏയ് അങ്ങനെയൊന്നുമില്ല ഇല്ലേക്കാ. ഇക്ക പറയുന്നത് ഞങ്ങള് ചായയിൽ എന്തോ കലക്കി കൊടുത്തു എന്നാണ്. എന്ത് കലക്കി കൊടുത്താലും കൊടുത്ത് ഡാൻസ് കളിക്കാൻ പറ്റാണ്ടായി അവസരം പനിയായി ആ ടൈമിൽ നിങ്ങൾ സ്കോർ ചെയ്തു എന്നാണ് പറഞ്ഞത്. അല്ല, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. റഹ്മാനിക്ക വരുമ്പോൾ എങ്ങനെയായിരിക്കും ഞങ്ങളോടൊപ്പം അഭിനയിക്കുക. ഭയങ്കര ഒരു CBSE സ്കൂളിൽ പഠിച്ച ആളാണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും, ഗവൺമെൻറ് സ്കൂളാണ് ഞാനും ബിബിനും ഒക്കെ, അപ്പോൾ ഞങ്ങളോട് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വന്ന് 1-2 ദിവസം കഴിഞ്ഞ് ആൾ പതിയെ താഴോട്ട് വന്ന് ഒരു ബാഡ് ബോയ് ആയി, അലമ്പായി ഞങ്ങളോടൊപ്പം. അല്ല, ഞങ്ങളോട് വളരെ സ്നേഹത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന്. റഹ്മാനിക്ക നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര കോമഡിയാണ് ആൾ. അതായത് പഴയ കോമഡിയൊന്നുമല്ല, പുതിയ തലമുറയിലെ അടിപൊളി കോമഡിയാണ് ആള്. അതൊക്കെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. തേർഡ് പാർട്ടിൽ ഞാനുണ്ടല്ലേ. താങ്ക് യു. ഇനി പോകണോ? വേണ്ട, കുറച്ച് സമയം കിട്ടി. ഇതിലും കൂടുതലായിട്ട് ഞാൻ പറയും. താങ്ക് യു. താങ്ക് യു സോ മച്ച് സെന്തിലേട്ടാ. നെക്സ്റ്റ് വി ഹാവ് അടുത്ത നമ്മുടെ ബാഡ് ബോയ് വന്നിട്ടുണ്ട്. The one and only Anson Paul. നമസ്കാരം. എനിക്ക് ചെറിയ പനിയാണ്, സോറി, ഞാൻ കുറച്ച് ലേറ്റായി പോയി.
ഒരുപാട് സന്തോഷം നിങ്ങളിവിടെ എല്ലാവരും ഇവിടെ ഈ സെലിബ്രേഷൻ ട്രെയിലർ സെലിബ്രേഷന് നിങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഈ സിനിമ അബാമച്ചായനാണ് തരുന്നത്. എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് അബാമിൻ്റെ കൂടെ. സോ എൻ്റെ ആദ്യത്തെ സിനിമ സോളോ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ബാഡ് ബോയ്സിൽ എന്നെ വേറൊരു രീതിയിൽ വേറൊരു ലുക്കിൽ എന്നെ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ എവർഗ്രീൻ സ്റ്റാർ റഹ്മാനിക്കയുടെ കൂടെ സ്വന്തം അനിയനെ പോലെ ഒരു കരുതലോടെ എപ്പോഴും കാണാറുണ്ട് ഓരോ കാര്യങ്ങളും. ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളാണെങ്കിലും ഒരുപാട് സ്നേഹത്തോടെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തരാറ്. സോ താങ്ക് യു റഹ്മാനിക്ക. ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി. ആൻഡ് ബാബു ചേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്. പിന്നെ ലിസ്റ്റൻ ചേട്ടൻ, ഷീലു ചേച്ചിയുടെ പറ്റി അൻവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷീലു ചേച്ചി വളരെ പോസിറ്റീവായിട്ട് എനർജിയുള്ള ഒരു പുള്ളിക്കാരിയാണ്. അപ്പോൾ താങ്ക് യു. അതുപോലെ തന്നെ എപ്പോഴും ഇരിക്കട്ടെ. ലിസ്റ്റൻ ചേട്ടാ, ARM അടിപൊളിയായിരിക്കും. നമുക്കതുപോലെ തന്നെ ബാഡ് ബോയ്സും അടിപൊളിയാക്കണം. 2 സിനിമകളും ഗംഭീരമായിട്ട് ഓടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ബാക്കി ഇവിടെയുള്ള എല്ലാവരും, ഉബേനി എൻ്റെ പോയ സിനിമയിൽ ഡയറക്ടറായിരുന്നു, റാഹേൽ മകൻ കോര. ഈ സിനിമയിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. താങ്ക് യു ഫോർ ദാറ്റ്. പിന്നെ ഒമർക്ക ഞാൻ ചെയ്യാത്ത ഒരു സംഭവമാണ്, കുറച്ച് കോമഡി വയ്ക്കും. ആദ്യമായിട്ടാണ് അത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ വിശ്വസിച്ച് എനിക്ക് തന്നെ സാറംഗ് ബ്രോ ആണെങ്കിലും എല്ലാവർക്കും ഒരുപാട് സന്തോഷം. അപ്പോൾ 13-ാം തീയതി ഞങ്ങൾ ബാഡ് ബോയ്സ് നിങ്ങളുടെ മുമ്പിൽ എത്തുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡ് പാർട്ടൊക്കെ റെഡിയാക്കാൻ നിങ്ങൾ വേണം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അല്ലെന്നേ, നമുക്ക് ട്രാക്കുകൾ വേണമല്ലോ ഇവിടെ. പിന്നെ ഇല്ല പുള്ളിക്ക് എന്തൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞ സമയക്കുറവുകൾ എഴുതി വെച്ചോക്കണം. മൈക്കായിട്ട് തന്നെ വന്ന വീട്ടിൽ നിന്നല്ലേ. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഞാൻ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് എബ്രഹാം സാറിനോട്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് 2-3 വർഷത്തിന് മുമ്പ്, കോവിഡിന് മുമ്പ് സാർ എന്നോട് പറഞ്ഞു, സുധീർ ഞാനൊരു വേഷം തരും, അത് എപ്പോൾ തരും എങ്ങനെ തരുമെന്നൊന്നും പ്രതീക്ഷിക്കണ്ട, ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം വിളിക്കുമ്പോൾ ഈ 100 സിനിമ ചെയ്തതിലും നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം എനിക്ക് തരാൻ പോകുന്നത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ വന്നു, അദ്ദേഹത്തിന് പോലും അതറിയില്ല. ഒരു നല്ല വേഷം എന്ന് പറഞ്ഞ് അമർഭായോട് പറഞ്ഞു. പക്ഷേ തന്നത് ആൽത്തറ അമ്പാടി എന്നുള്ള ഒരു എന്താ പറയുക, അത് ഞാൻ ആ കഥാപാത്രത്തെ പറ്റി ഒന്നും പറയുന്നില്ല. അത് ഞാനും ടിനിബായി ഒരു കോംബോ ആണ്. ഏതായാലും ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു കഥാപാത്രം തന്ന എബ്രഹാം സാറിനോടും എൻ്റെ സഹോദരത്തിൽ ഒമർഭായോടും ഒത്തിരി താങ്ക്സ്. പിന്നെ ഇപ്പം ഞങ്ങളുടെ ഒരു സിനിമ ഇവിടെ എന്നെ കണ്ണന്തി ഡയറക്റ്റ് ചെയ്ത വിരുന്ന എന്നൊരു സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ ഓണത്തിന് എൻ്റെ 2 സിനിമകൾ തിയേറ്ററിൽ ഓടുന്നത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഏതായാലും ഒത്തിരി സ്നേഹം. കുട്ടിക്കാലത്ത് സിനിമ കണ്ട് വളർന്നത് റഹ്മാനിക്കയുടെ സിനിമ കണ്ടാണ് വളർന്നത്. ആ റഹ്മാനിക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. എന്നും നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഇത്ര സിമ്പിളാണെന്ന്, ഇത്ര നമ്മൾ ഒരാളാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴും ഒത്തിരി സന്തോഷം. ഏതായാലും ബാബുചേട്ടൻ, ഇവർ തമ്മിലൊരു ചിലമ്പോ എന്നൊരു സിനിമ മനോജ് സാറ് സംവിധാനിച്ച ചിലമ്പോ എന്നൊരു സിനിമ, താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി സ്വനം. ആ പാട്ടും ആ സിനിമയും ആ ഒരു കോംബോ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുമ്പോൾ അതിനൊരു സന്തോഷം. ആ സിനിമയുടെ ഭാഗം ഞാനും ആണെന്ന് ആലോചിക്കുമ്പോൾ എന്താ പറയാ, പറഞ്ഞ് അറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം. പിന്നെ ഷിലുമാം, ഇതിൽ അഭിനയിച്ച എല്ലാവരും, എന്താ പറയാ, ഷൈജു കുറുപ്പ്. കാരണം ഞാൻ ഈ സിനിമയിൽ വലിയ നടന്മാരുമായിട്ട് ഒരുപാട് സൗഹൃദമൊന്നും ഇല്ല. പക്ഷെ ഞാൻ ഏറ്റവും സൗഹൃദമുള്ള ഒരാള് ഈ പറയുന്ന എന്താ പറയാ, അതിൽ എടുത്തു പറയേണ്ടത് ഷൈജു കുറുപ്പ്, വിപിൻ ജോർജ്, അബൂക്ക. ഇതാണ് എൻ്റെ
ഏറ്റവും അടുപ്പം ഞാൻ മിക്കവാറും സംസാരിക്കുന്ന 3 പേരാണ് അബുസലീം, സൈജു ഗ്രൂപ്പ്, ഈ പറയുന്ന ബിപിൻ ജോർജ്. അപ്പോൾ അങ്ങനെ ഏതായാലും അവർ ഈ പറഞ്ഞ പോലെ തന്നെ അവർ രണ്ടുപേരും, സൈജു ഗ്രൂപ്പും ബിപിനും നമ്മുടെ ഈ പടത്തിൻ്റെ ഭാഗമാണ്. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. ഈ സിനിമ എല്ലാവരും ഏറ്റെടുക്കുക. ഓണത്തിന് ഈ ലിസിറ്റൻ്റെ എന്താ പറയുക, ഏറാം പോലെ തന്നെ അതുപോലെ ഒരേപോലെ 2 പടവും സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ ഈ കണ്ട അഭിനേതാക്കൾ, യശോൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് അഭിനേതാക്കൾ ഈ സിനിമയിലുണ്ട്. ബട്ട് അവർ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല. ബട്ട് വി ഹാവ് ദ വൺ ആൻഡ് ഓൺലി ശേഷ ഓവർ ഹിയർ. യെസ്, നമ്മുടെ സൂപ്പർ വില്ലൻ. അപ്പൊ അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കാനായി നമുക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു. എന്നെ വിശ്വസിച്ച് റോൾ ഏൽപ്പിച്ച ഒമർക്ക, താങ്ക് യു സോ മച്ച്. ഈ റോൾ എഴുതിയ സാരംഗം, താങ്ക് യു സോ മച്ച്. ആൻഡ് റഹ്മാനൊക്കെ കണ്ട ആ മൊമെൻ്റ് തൊട്ട് ഞാൻ സ്റ്റാർട്ടാണ്. ഇതുവരെ എനിക്ക് അതിനകത്തൊന്നും മാറാൻ പറ്റിയിട്ടില്ല. ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം എന്നെ ഒമർക്കെ വിളിച്ച് ഈ സ്ക്രിപ്റ്റ് ഞാൻ വായിക്കുന്ന ആ മൊമെൻ്റ് തൊട്ട് എനിക്കൊരു ഹിറ്റ് പടത്തിൻ്റെ മണം അടിച്ചായിരുന്നു. ഭയങ്കര ഹ്യൂമറും അതിനൊപ്പം ഇമോഷൻസും ആക്ഷൻസും എല്ലാം അതിനകത്ത് പാക്ഡ് ആയിരുന്നു. അപ്പം ഞാനത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് അതിനകത്ത് ഐ വാസ് ടോട്ടലി സോൾഡ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ സമയത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് അതിലും നല്ല കോൺഫിഡൻസ് തോന്നി തുടങ്ങി. അതിൻ്റെ സോങ്സും അതിൻ്റെ കണ്ടൻറ്റും എല്ലാം എടുത്തിരിക്കുന്ന രീതിയും ആൽബിച്ചേട്ടനൊക്കെ ഷൂട്ട് ചെയ്യുന്ന രീതിയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 12 വരെ നമ്മുടെ പടമാണ്, 13 തൊട്ട് നിങ്ങളുടെ പടമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ധൈര്യമായിട്ട് വന്ന് കണ്ടോ. ഒരു ഗ്യാരൻറ്റീഡ് എൻ്റർടൈനർ ആയിരിക്കും. ഒരു നല്ലൊരു മാസ് മസാല പടമാണ്. നമ്മൾ 90s 2000s ഫെസ്റ്റിവൽ സീസണിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സൂപ്പർ എൻ്റർടൈനർ മൂവി തന്നെ ആയിരിക്കും. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ തിയേറ്ററിൽ കയറിക്കോ. ഒരു സൂപ്പർ ഹിറ്റ് പടമാവട്ടെ. ഇതിനു മുമ്പ് ആക്ച്വലി നമ്മൾ കണ്ടത് നായകനായിട്ടാണ്, ഇപ്പൊ ഇതിൽ വില്ലൻ ആയിട്ടാണെന്നാണ് എന്റെ വിശ്വാസം. മലയാളത്തിന് ഉറപ്പായിട്ട് ഒരു ജോൺ അബ്രഹാമിനെ പ്രതീക്ഷിക്കാം ഈ സിനിമയിലൂടെ. ഓക്കെ, ഇനി ഞാനൊരു സർപ്രൈസ് എലമെന്റ് ആണ് കൊണ്ടിരുന്നത്. ഈ വഴിയിൽ വെച്ചാണ് കണ്ടത്. ഒരു കുവൈത്തി, റിയൽ കുവൈത്തിയാണ്. റഹ്മാൻ സാറിന്റെ ഫാനാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര വൈറലായിരുന്നു. കാരണം മലയാളത്തിൽ വാർത്ത വായിക്കുന്നത് കണ്ടിട്ട് പേര് മൊത്തം പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. മറിയം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. മറിയം ഈ വഴി പോയപ്പോൾ എന്നെ വിളിച്ചു, ഇവിടെ ആളുണ്ട്, ഒന്ന് വന്നേ, ഒരു മിനിറ്റ്. പറഞ്ഞിട്ട് പിന്നെ മലയാളത്തിൽ പറ. شنو أقول بالعربي؟ ഞാൻ ഇപ്പം എന്താന്ന് ചോദിച്ചേ, അറബിയിൽ എന്താ പറയേണ്ടതെന്ന്. അറബിയിൽ എന്താ പറയേണ്ടത്? അറബിയിൽ ഈ സിനിമയ്ക്ക് ബാഡ് ബോയ്സ് അടിച്ചു പൊളിച്ചു വരട്ടെ, നന്നാവട്ടെ എന്ന അറബിക്കിൽ പറ. നമ്മുടെ ഓൺലൈൻകാരെല്ലാവരും ഉണ്ട്. അത് അറബിയിൽ പറയണം. റഹ്മാൻ സാറിന്റെ പടമാണ്, അതൊന്നും അറബിയിൽ പറയാം. അതെന്തേ ബാഡ് ബോയ്സ് ആയി പോയി? ബാഡ് ബോയ്സ് ആണ് നല്ലതെന്ന്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ചീത്തപ്പേര് വന്നാലും അങ്ങനെയല്ല കിടക്കും. പിന്നെ നന്നാക്കാൻ കുറെ പണി വേണ്ടേ? ബാഡ് ബോയ്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല ആൾക്കാരാണ്. പക്ഷേ ഇൻഷാല്ലാ ബാഡ് ബോയ്സ് ഒക്കെ നല്ല ബോയ്സ് ആയി വരട്ടെ. മലയാളമാണ് പറയുന്നത്. ഒരു കുവൈത്ത് നിങ്ങളൊന്ന് കൈയടിക്കുക. ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് കുവൈറ്റിലെ ന്യൂസ് ചാനലിലെ, അറബിക് ന്യൂസ് ചാനലിലെ ന്യൂസ് റീഡറാണ്. അപ്പൊ ഇതൊന്ന് പറ അറബിയിൽ. ബാഡ് ബോയ്സ് അടിപൊളിയായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. അറബിയിൽ പറ. എല്ലാവരും ക്യാമറ ഓണല്ലേ? പറയാൻ പോണ്. വൈറലാവാൻ വയ്യ സത്യം പറഞ്ഞാല്. പ്രൈവസി പോയി. നിങ്ങളൊക്കെ എങ്ങനെയാ സഹിക്കണേന്ന് എനിക്ക് തന്നെ അറിയില്ല. ان شاء الله اتمنى كل التوفيق حق طاقم عمل فيلم باد بويز وبالاخص ممثلنا الكبير رحمن. അതിന് ഒമർ ലുലു ആണ് ഡയറക്ടർ. ഒമർ ലുലുവിന് ഒരു ആശംസ കൊടുത്തേക്ക്. ഒമർ ലുലു ഉണ്ട് ഇവിടെ. അതിനെ കാണാൻ കിട്ടില്ല, അതാണ് പ്രശ്നം. അബാമാണ് അതിന്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ അതൊന്ന് പറഞ്ഞേക്ക്. എല്ലാവർക്കും ആശംസകൾ. അബാമില് ഹിന്ദി ഓണം ആഘോഷിക്കാനൊക്കെ അപ്പൊ എല്ലാവർക്കും ഇൻഷാല്ലാ ഓണം ആശംസകൾ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. അപ്പൊ എന്തായാലും അന്യരാജ്യത്തെ ഒരു ആശംസ കൂടി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മറിയം. താങ്ക് യു. ആ ഫുൾ നെയിം ഒന്ന് പറഞ്ഞേ. ഫുൾ നെയിം പറയണം. ഒന്ന് പറഞ്ഞേ. മറിയം അബ്ദുള്ള മുഹമ്മദ് അബ്ദുൽ മലിക് അൽഗബന്തി. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്സ്. അപ്പൊ ഇനി അടുത്ത ആളിലേക്ക് വരും. ഇനി നമുക്ക് വിളിക്കേണ്ട ടീമേ. യെസ്, എനിക്ക് തോന്നുന്നു ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ടീമിന് വേണ്ടിയിട്ടല്ലേ? യെസ്, നല്ലൊരു കാര്യം
എല്ലാവർക്കും നമസ്കാരം. ഒരു കൈയടി വരുമോ? നമ്മൾ കൊച്ചിക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യൂലേ? ഈ കൈയടി പോലെ നല്ലൊരു കൈയടി. വളരെ സന്തോഷമുണ്ട് ഇത്ര വലിയൊരു വേദിയിൽ എനിക്കും വരാൻ പറ്റി. സാധാരണ ലുലുമാളിൽ വരുന്നത് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് ഫുഡ് കോർട്ടിൽ പോയി കഴിക്കാറുള്ള പതിവ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരുപാട് ഓഡിയോ ലോഞ്ചും ഒരുപാട് പരിപാടിയൊക്കെ ഞാൻ ഇതുപോലെ ഇന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു വേദിയിൽ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ റഹ്മാൻ സാറും ബാബുവിനോട് സാറൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ വല്ലത് കറണ്ടില്ലായിരുന്നു. ഞങ്ങൾ TV കാണാൻ പോണത് തന്നെ ഒരുപാട് ദൂരത്താണ്. അപ്പോൾ ആരെങ്കിലും VCR വാടക എടുക്കും. നമ്മുടെ കളർ TV ഉള്ള വീട്ടിൽ VCR വാടക എടുക്കുമ്പോൾ ഞങ്ങൾ പണ്ടത്തെ ഓർമ്മയിൽ നിന്ന് കാസറ്റ് വാടക എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ റഹ്മാൻ സാറിൻ്റെയും ബാബുവിൻ സാറിൻ്റെയും കാസറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബുവിൻ സാറെന്ന് പറയും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണ്ടൊക്കെ ബ്രൂസ്ലിയും കറാട്ടയും കൊണ്ടാണ് കേട്ടോ. പിന്നെ മമ്മൂക്കയുടെ അനിയനായിട്ടാണ് ഏറ്റവും കൂടുതൽ കണ്ടേക്കണമുണ്ട്. അപ്പോഴും ഇപ്പോഴും ഒരേപോലെ ഇരിക്കുന്നത്. വളരെ സന്തോഷം. ഈ സിനിമയിൽ ഞാൻ വലിയ വേഷമൊന്നും ചെയ്തിട്ടില്ല, ചെറിയ വേഷമാണ്. എന്നാലും 2-3 സ്ഥലത്ത് നല്ല ഡയലോഗൊക്കെ ഉണ്ട്. അതിലൊരു ഡയലോഗ് ട്രെയിലറിലുണ്ട്, അതിപ്പോൾ പറയാം. മുട്ടോളം ചോരയിൽ മുങ്ങി നിന്നിരിക്കുന്ന ടീമാണ് ടീമേ, ഇവിടുത്തെ കിടില ടീമാണ് ബാഡ് ബോയ്സ്. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു ഫ്ലെക്സ് ഒക്കെ ഉണ്ട് വിനീഷേട്ടന്. ഇതുവരെ ആർക്കും ഫ്ലെക്സ് കിട്ടിയില്ല, പക്ഷെ വിനീഷേട്ടന് ഫ്ലെക്സ് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന ആൾക്കാർ വിചാരിക്കും കോഴിക്കോട് ഉണ്ടായിരുന്നു ഒരു ഫ്ലെക്സ്. വേറെ ഒന്നും പറയാനില്ല. ഈ ഒരു സിനിമ നമുക്ക് സാധാരണക്കാരുടെ സിനിമയാണ്. എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. അപ്പോൾ കൊച്ചിക്കാർ മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ. ബാഡ് ബോയ്സ് എന്ന് പേര് ഞങ്ങളുടെ കൊച്ചിയിലൊരു ബാഡ് ബോയ്സ് പണ്ടുണ്ടായിട്ടാ. ആ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ കിടിലൻ ടീമായിരുന്നു. ഭയങ്കര കറാട്ടയൊക്കെ പഠിച്ചൊരു ബാഡ് ബോയ്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ സൗദിയിൽ. നമ്മുടെ അവിടുത്തെ സൗദിയിലാട്ടാ. എന്നൊക്കെ ചെറുപ്പത്തിൽ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബുള്ളറ്റ് ഉണ്ട്, എല്ലാവരും ജീൻസ് ആയിരുന്ന പണ്ട് ജോണി വാക്കറൊക്കെ ഇറങ്ങിയ ടൈമിലായിരുന്നു. അപ്പോൾ അവരോടൊക്കെ എന്തെങ്കിലും പോയിട്ട് നമ്മൾ ഫോർ ദ പീപ്പിൾ പോലെയാണ് അവർ. എന്തെങ്കിലും പോയിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആരെങ്കിലും നമ്മൾ ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാഡ് ബോയ്സിനോട് ഇപ്പോൾ പറയുമെന്ന് പറയും. അപ്പോൾ ആ ബാഡ് ബോയ്സ് വന്നിട്ടാണ് നമ്മൾ സോൾവ് ആക്കുന്നത്. ഇപ്പോൾ ആ ഓർമ്മയും ബാഡ് ബോയ്സിനെ വന്ന് നമ്മുടെ ചേട്ടന്മാരുടെ ആ ഒരു ക്ലബ്ബുണ്ട് ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ. വളരെ സന്തോഷം. ഓണത്തിന് ഞങ്ങളുടെ ഒരു ഓണസദ്യയാണ് ഞങ്ങളുടെ ബാഡ് ബോയ്സ്. എല്ലാവരും വന്ന് സിനിമ കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു സോ മച്ച്. അനിൽ ചേട്ടൻ, അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. താങ്ക് യു. അബാമൻ്റെ കൂടെ ഇത് 2ാമത്തെ സിനിമയാണ്. ലിസ്റ്റിയുടെ നമ്മൾ ED-യിൽ ലിസ്റ്റി ചേട്ടൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം. സിനിമയെക്കുറിച്ചൊന്നും പറയാനില്ല, ഇപ്പോൾ ട്രെയിലർ കണ്ടതാണ്. അത് ഒരു ഒമർ ഫണ്ണായിരിക്കും. ഉറപ്പായിട്ടും റഹ്മാൻ സാറിൻ്റെ ഒരു കംബാക്ക് ആയിരിക്കും. ഇതുവരെ കുറേ നാളായി ഒന്നാമത് മലയാളത്തിൽ തന്നെ ഇങ്ങനെ ഒരു സിനിമ വന്നിട്ട് എനിക്ക് കുറച്ച് നാളായെന്ന് തോന്നുന്നു. ഇതുപോലത്തെ ഒരു ഫൺ ആക്ഷൻ ബിഗ് ബഡ്ജറ്റ് പരിപാടി കുറച്ച് നാളായി. അപ്പോൾ എന്തായാലും ഭയങ്കര ഫൺ സെറ്റായിരുന്നു. ഈ സിനിമ പോലെ തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു സെറ്റായിരുന്നു. ഭയങ്കര തമാശയും ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നല്ല ഓർമ്മകളാണ് സിനിമയെക്കുറിച്ചുള്ളത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് വരട്ടെ. പ്രമോദനം 100-ാം ദിവസം. അപ്പോൾ സന്തോഷം. താങ്ക് യു. Alright, thank you so much. അടുത്തത് നമ്മുടെ കുറച്ച് സുന്ദരി കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട്. അവരോട് കൂടി നമുക്ക് എന്താണ് ഇതിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് ചോദിക്കാം. ആദ്യമായിട്ട് നമ്മുടെ ആൻസർ ചേട്ടൻ്റെ പേരായിട്ട് അഭിനയിച്ച ദ ആര്യ, യെസ്, ദ വൺ ആൻഡ് ഓൺലി ആര്യ is here. ആര്യ, ഹായ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു കൊച്ചിക്കാരിയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മൂവിയുടെ ട്രെയിലർ ലോഞ്ചിന് കൊച്ചിയിൽ തന്നെ നമ്മുടെ ലുലു മാളിൽ ഞാൻ എപ്പോഴും ഉണ്ടാകാറുള്ളതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ തന്നെ നടന്നതിൽ വളരെയധികം സന്തോഷം. ഒരു ബിഗ് താങ്ക് യു ടു ഒമാർ സാർ. ഇത്രയും നല്ലൊരു മൂവിയുടെ പാട്ടാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ 13th നമ്മുടെ മൂവി റിലീസാണ്. എല്ലാവരും പോയി കാണണം. അപ്പോൾ ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. അടുത്ത് നമ്മുടെ ബിബിൻ ചേട്ടൻ്റെ നായികയായിട്ട് അഭിനയിച്ച ആരാധ്യ is here. So ആരാധ്യ, വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഇത്രയും പേരില്ല ഇവിടെ, ഇത്രയും കൈയടി മതിയോ? ഇത്രയും കൈയടി മതിയോ ഞങ്ങൾക്ക്? കാര്യമായിട്ട് ചോദിക്കുക, ഇത്ര കൈയടി ഞങ്ങൾക്ക് തരുള്ളോ? നല്ല കൈയടി വന്നേ. കൈയടി മാത്രമുള്ള ആരും കൈയടിക്കില്ലേ? സീരിയസ്ലി കൈയടിക്കില്ലേ? ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ട് എത്രയും ബ്ലോക്ക് എല്ലാം കടന്ന് നിങ്ങൾ എല്ലാവരെയും കാണാൻ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ? കൈയടിച്ച എല്ലാവരും ഒന്ന്. എന്നാലും പ്രതീക്ഷിച്ച അത്രയും പോരാ. എനിവേസ്, താങ്ക് യു സോ മച്ച്. വളരെയധികം സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ റഹ്മാനിക്കയുടെ കൂടി വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ബാഡ് ബോയ്സ്
13-ാം തീയതി റിലീസാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനത്തെ സപ്പോർട്ട് അല്ല കേട്ടോ, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാണുമോ? കാണുമോ? ട്രെയിലർ ഇഷ്ടമായോ? അത് ചോദിക്കട്ടെ, ട്രെയിലർ ഇഷ്ടമായോ? ദൈവമേ, 2-3 പേരെങ്കിലും ഉത്തരം പറഞ്ഞല്ലെങ്കിൽ നാളെ കിട്ടുപോയാലേ. ഓക്കെ, താങ്ക് യു. അപ്പം എന്തായാലും നിങ്ങളുടെ സത്യം പറയാമല്ലോ, ഇവിടെയാണ് ആക്ച്വലി ഞാൻ വർക്ക് ചെയ്തത് ലുലുവിൽ. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് വന്നത്. എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് എൻ്റെ പടത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷിച്ചാണ് വന്നത്. പക്ഷേ നിങ്ങൾ സത്യം പറഞ്ഞ് ഇച്ചിരി നിരാശപ്പെടുത്തി കേട്ടോ. നിങ്ങളുടെ ഈ സപ്പോർട്ടൊന്നും അല്ല പ്രതീക്ഷിച്ചത്. ഞാൻ പോകുമ്പോഴെങ്കിലും ഒരു കൈയടി തരുമോ? പൊക്കോട്ടെ എന്ന് പറഞ്ഞാണോ? സപ്പോർട്ട് എന്തായാലും തിയേറ്ററിൽ ചെയ്തിരിക്കും. ഉറപ്പായിട്ടും എല്ലാവരും പടം പോയി കണ്ടിരിക്കും. Anyways, thank you so much. Love you all. Bye. Thank you very much. Next we have Sana Fazana. Yes, നമ്മുടെ സെന്തിലേട്ടന്റെ നായികയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. യെസ് സന. ഹലോ, നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഒമർക്ക, ബിക്കോസ് ഞങ്ങളെപ്പോലെ ഒരു ബിഗ്നേഴ്സിനെ സംബന്ധിച്ച് ഒരു പ്ലാറ്റ്ഫോം കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. സോ ഒമർക്ക ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ റഹ്മാൻ ഖാൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. ഷീലു മാം, ബിബിൻ ചേട്ടൻ, സെന്തിലേട്ടൻ, ആൻസൺ ചേട്ടൻ, എല്ലാവർക്കും താങ്ക്സ്. ഇക്ബാൽ ഖാ, സാരംഗേട്ടൻ. അപ്പോൾ എല്ലാവരും സെപ്റ്റംബർ 13-ന് സിനിമ കാണണം, അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തതായിട്ട് നമുക്ക് റഹ്മാൻ സാറിൻ്റെയും ഷീലുമാമിൻ്റെയും ചെറുപ്പകാലം രണ്ടുപേരും. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇതൊരു വലിയൊരു പ്രൗഡ് മൂമെൻ്റ് ആണ് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റണത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലുലുമോളിൽ വരാറുണ്ട്, ഗെയിം സോണിലൊക്കെ കളിക്കാറുണ്ട്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി തന്ന ഒമരിക്ക ആൻഡ് ഓൾ ദ ബാഡ് ബോയ്സ് ടീം, താങ്ക് യു സോ മച്ച്. ആൻഡ് ഇതൊരു വലിയ ബ്ലെസ്സിങ് ആണ് റഹ്മാൻ സാറിൻ്റെ ചൈൽഡ്ഹുഡ് ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. ആൻഡ് എവറിബഡി സെപ്റ്റംബർ 13-ാം തീയതി പടം കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹായ്, എൻ്റെ പേര് അമൃത. ഞാൻ ഷീലു മാമിൻ്റെ ചൈൽഡ്ഹുഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിത് ഭയങ്കര പ്രിയപ്പെട്ട മൂവിയാണ്. കാരണം എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. എനിക്കും അർജുൻ ഇപ്പോഴും അറിയില്ല ഞങ്ങൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഈ മൂവിയിൽ എത്തിയെന്ന്. ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു ഈ മൂവിയിലോട്ട് വിളിച്ചപ്പോൾ. അപ്പോൾ എല്ലാ ക്രൂ മെമ്പേഴ്സിനും ഒമ്പത് സാറിനും എല്ലാവരും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. ആൻഡ് സെപ്റ്റംബർ 13-ന് ഞങ്ങളുടെ മൂവി റിലീസാണ്. എല്ലാവരും പോയിട്ട് കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഇനി ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് സാരംഗ്. പോരട്ടെ. കോഴിക്കോട് പോയപ്പോൾ കോഴിക്കോട്, കൊച്ചിയിൽ വന്നപ്പോൾ എവിടെയാണ്? കൊച്ചിക്കാരനല്ലേ? പരിപാടി അവസാനിക്കാറായതുകൊണ്ട് തന്നെ ഈ അവസരം ഞാൻ ഒരു നന്ദി പ്രകാശനം പോലെ ഉപയോഗിക്കുകയാണ്. അവസാനിച്ചിട്ടില്ല. അല്ല, ആദ്യമായിട്ട് സിനിമയിൽ എനിക്ക് ഒരു എൻട്രി തന്നോ സിനിമയിൽ എൻട്രി തന്ന ഒമറിക്കിനോട് ഒരുപാട് നന്ദി. പിന്നെ ഫസ്റ്റ് പടം അടാർലോ, അതിൻ്റെ പ്രൊഡ്യൂസർ ഔസേപ്പച്ചൻ സാർ. പിന്നെ ഈ ബാഡ് ബോയ്സ് സാധിക്കാനുള്ള ഏറ്റവും വലിയ കാരണം ഷീലു മാമാണ്. ഷീലു മാമാണ് ഫസ്റ്റ് പടം കേട്ട് ഓക്കെ അടിക്കുന്നത്. ഷീലു മാമിന് ഒരുപാട് നന്ദി. പിന്നെ എബ്രാം സാറ്, ചിക്നി ചമേലി പാട്ടിലെ കത്രീന കൈഫിനെ പോലെയാണ്, ആ എബ്രാം സാറിന് ഒരുപാട് നന്ദി. പിന്നെ സെപ്റ്റംബർ 13-നാണ് പടം റിലീസ്. സെപ്റ്റംബർ 13-ന് എൻ്റെ ബർത്ത്ഡേ ആണ്. 30 വയസ്സാവും. കല്യാണം കഴിഞ്ഞിട്ടില്ല. കേരള മാട്രിമോണിയിലും മലയാളിസാദി.com ഒക്കെ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല. പടം ഹിറ്റായി കഴിഞ്ഞാൽ അത് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ ഫ്ലോകളല്ലേ. പിന്നെ ഈ പടത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ ടിനിച്ചേട്ടൻ പറഞ്ഞു, ടിനിച്ചേട്ടൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ടിനിച്ചേട്ടനെ കൊതിപ്പിച്ച ആളാണ് റഹ്മാൻ സാറെന്ന്. കൊതിപ്പിക്കാൻ വേണ്ടി എന്നെ ജനിപ്പിച്ചിട്ട് പോലുമില്ല ആ സമയത്ത്. അപ്പോൾ അതാണ് ഈ പടത്തിൽ എൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ഭാഗ്യം. പിന്നെ ARM പോലെ ഒരു ബ്രഹ്മാണ്ഡ പടം നിൽക്കുമ്പോഴും അത് വിട്ട് നമ്മുടെ പടം പ്രൊമോട്ട് ചെയ്ത് അത് വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന ലിസ്റ്റിൻ സാറിന് ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാവർക്കും പടം കാണണം. എന്തിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കേരള മാട്രിമോണി, മലയാളിസാദി.com, സജിൻ ബ്രോ പറഞ്ഞിട്ട് ബമ്പിളിൽ വരെ ഞാൻ അക്കൗണ്ട് എടുത്തു. അത് പ്രത്യേകം പറയണം. ഒന്നും ഇല്ല, ആരും സെറ്റായില്ല. അതും പ്രീമിയം അക്കൗണ്ട്, പൈസ പോയി. അപ്പോൾ അടുത്തത് നമ്മുടെ പടത്തിൽ ഒരു ചെറിയ ചൈൽഡ് ആർട്ടിസ്റ്റ് റോൾ ചെയ്ത, വലിയ റോൾ ചെയ്ത ചെറിയ മോൾക്ക് കൊടുക്കുകയാണ് ഇശൽ. ഞാൻ റഹ്മാൻ സാറിനോടും ഷീലു മാമിനോടും വലിയ
വലിയ താങ്ക് യു പറയുന്നു. ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്. പിന്നെ ഒമർ സാറിനോടും ഞാൻ ബിഗ് താങ്ക് യു പറയുന്നു. പിന്നെ എബ്രഹാം സാറിനോടും ഞാൻ ബിഗ് താങ്ക് യു പറയുന്നു. എനിക്കിത്രേ ഉള്ളൂ പറയാൻ. താങ്ക് യു. സെന്തിൽ എന്താ പറയാൻ പറ്റുന്നുണ്ട്? അതെ, ഈ സാരംഗ് റഹ്മാനിക്കയുടെയും ബാബു ചേട്ടൻ്റെ വോയിസ് അടിപൊളിയായിട്ട് അനുകരിക്കും. അപ്പോൾ അത് ഈ ഒരു അവസരത്തിൽ വേണം. അവർ കഥ പറഞ്ഞ് വീഴ്ത്തിയത് റഹ്മാനിക്കയുടെ വോയിസ് ഇത് തന്നെ പറഞ്ഞിട്ടാണ് അല്ലേ? ചെയ്തിട്ട് പോയേ പറ്റൂ. അല്ല, ഞാനത് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചാണ്. എനിക്ക് സത്യത്തിൽ ആ വോയിസ് ചെയ്യാൻ അറിഞ്ഞൂടാ. ആകെ ചെയ്യാൻ അറിയുന്നത് ഭീമൻ രഘുവിൻ്റെ വോയിസാണ്. അത് വേണമെങ്കിൽ ചെയ്യാം. ഒരു കാര്യം, നമ്മുടെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ട്രാക്ക് വെച്ചിട്ട് നീ സുന്ദരിമാരായിട്ടൊരു ഡാൻസ് കളിക്കും. അല്ല, സാരം കോടി രക്ഷപ്പെട്ടു. എന്തായാലും നമുക്ക് സമയം റഹ്മാൻ സാറും ബാബുച്ചേട്ടനും ഒന്ന് സ്റ്റേജിലേക്ക് വരണം പ്ലീസ്. നമ്മുടെ ലുലു മാളിലെ ഒരു ഓണാഘോഷത്തിന്റെ ഒരു തുടക്കം കുറിക്കുകയാണ്. അതിനുവേണ്ടി